Hello friends, welcome to the online classroom of Score Academy. Okay, we will discuss the topic cubes and dices. Cubes and dices are very important topic. We have 2 to 3 questions minimum. Okay, very simple. Maximum 5 seconds. But here are tricks on that follow. Very simple topic cubes and dices. Okay, recently we have non-verbal topic. Okay. Cubes and dices mainly two type questions. Two type mainly. Okay, two types. Okay, 2 types. Okay, so all വ്യക്തമായി ഡീറ്റെയിൽ പറഞ്ഞു തരാൻ വിഷമിക്കണ്ട. പക്ക എളുപ്പമാണ്. ഞാൻ പറഞ്ഞ പോലെ 5 seconds മതിയാകും. പക്ഷേ ഇതിനകത്ത് വരുന്ന ട്രിക്സ് എല്ലാം പക്കയായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ശരി കുട്ടികളെ, നമുക്ക് എന്തായാലും അത് ടൈപ്പ് ആയിട്ട് വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ കണ്ടല്ലോ. 2 portions of a dice are shown below. When number 1 is on the top, what number will be at the bottom? ഇതാണ് നമ്മുടെ ചോദ്യം കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളെ, ഇതാണ് നമ്മുടെ ആക്ച്വലി നമ്മുടെ ടൈപ്പ് നമ്പർ. ഓക്കെ, ഇതാണ് നമ്മുടെ ടൈപ്പ് നമ്പർ 1. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്താണ് ഒരു സെയിം ഡൈസിൻ്റെ 2 ഡിഫറെൻറ്റ് പോർഷൻസ് അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് വ്യൂസ് ആണ്. ഒരേ ഡൈസിൻ്റെ 2 ഡിഫറെൻറ്റ് വ്യൂസ് വന്നിരിക്കുകയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വെൻ ദ നമ്പർ 1 ഈസ് ഓൺ ദ ടോപ്പ്. ഓക്കെ, 1 എന്ന് പറഞ്ഞ നമ്പർ, ഈ നമ്പർ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ വാട്ട് നമ്പർ വിൽ ബി അറ്റ് ദ ബോട്ടം അല്ലേ? 1 എന്ന നമ്പർ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഏത് സംഖ്യയാണ് ബോട്ടമിൽ വരുന്നത്? അതായത് 1 എന്ന് പറയുന്ന ഫേസിൻ്റെ ഓപ്പോസിറ്റ് ഫേസ് ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം കേട്ടോ. ക്വസ്റ്റ്യൻ ക്ലിയർ ആയി കുട്ടികളെ? ക്വസ്റ്റ്യൻ മനസ്സിലാവും. വെൻ ദ നമ്പർ 1 ഈസ് ഓൺ ദ ടോപ്പ്, വാട്ട് നമ്പർ വിൽ ബി അറ്റ് ദ ബോട്ടം? 1ന്റെ ഓപ്പോസിറ്റ് ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇപ്പം നമുക്ക് എന്താ പറയുന്നത്, ഒരു സെയിം ക്യൂബിൻ്റെ രണ്ട് ഡിഫറെൻറ്റ് വ്യൂസ് അല്ലേ? 2 ഡിഫറെൻറ്റ് വ്യൂസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ? 2 ഡിഫറെൻറ്റ് വ്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പം നോക്കുക, ഫസ്റ്റ് വ്യൂവിൽ ആരൊക്കെയുണ്ട്? ഫസ്റ്റ് വ്യൂവിൽ 2 ഉണ്ട് അല്ലേ? പിന്നെ 3, 6 അല്ലേ? സെക്കൻഡ് ഡൈസിൽ നിന്ന് 1 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഫസ്റ്റ് വ്യൂന്ന് 2, 3, 6, സെക്കൻഡ് വ്യൂന്ന് 1, 4, 5. അതായത് നമുക്കറിയാം, ഒരു ക്യൂബിനകത്ത് ബേസിക്കലി നമുക്ക് മൊത്തം 6 ഫേസുകളാണ്. അതായത് 1 തൊട്ട് 6 വരെ നമ്പേഴ്സ് ആണ് അല്ലേ? 6 ഡിഫറെൻറ്റ് നമ്പേഴ്സാണ് ഉള്ളത്. ഓക്കെ, ഈ 6 നമ്പേഴ്സും ആക്ച്വലി നമുക്ക് സെയിം ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും അല്ലേ? സെയിം ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? പറഞ്ഞാൽ നമുക്കറിയാം, ബേസിക്കായിട്ട് ക്യൂബിനകത്ത് 6 നമ്പേഴ്സ് 1 തൊട്ട് 6 വരെയാണ്. ഈ 6 നമ്പേഴ്സ് നമുക്ക് സെയിം ക്യൂബിൻ്റെ 2 ഡിഫറെൻറ്റ് വ്യൂസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതാം ഞാൻ. ഫസ്റ്റ് വ്യൂ എന്ന് ആരൊക്കെയുണ്ട്? 2, 3, 6 അല്ലേ? സെക്കൻഡ് വ്യൂ ആരുണ്ട്? 1, 4, 5. ഓക്കെ, അപ്പം നമുക്ക് കണ്ടോ, എല്ലാ നമ്പേഴ്സും കണ്ടോ, എല്ലാ നമ്പേഴ്സും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ഫസ്റ്റ് ഒരു ട്രിക്ക് ഇതാണ്. ഓക്കെ, ട്രിക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഈ നമ്മുടെ ടൈപ്പ് 1 ബേസിക് ആയിട്ട് വരുന്ന 3 കേസും കുഞ്ഞുങ്ങളെ 3 കേസാണ് കേട്ടോ. 3 കേസാണ്. ഓക്കെ, അപ്പം ട്രിക്ക് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കേസ് നമ്പർ 1 ആണ് കേട്ടോ. കേസ് നമ്പർ 1 ആണ്. ഓക്കെ, അപ്പം നോക്കി, കേസ് നമ്പർ 1 പ്രത്യേകം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 3 ഡിഫറെൻറ്റ് വ്യൂസ് കണ്ടു. 2 ഡിഫറെൻറ്റ് വ്യൂസ് കണ്ടു. ഇവിടെ എല്ലാ സംഖ്യകളും വ്യത്യസ്തമാണല്ലേ? അതായത് എന്താണ്, നോ ഫേസ് കോമൺ അല്ല. ഒരു ഫേസും കോമൺ ആയിട്ട് ഇവിടെ ഇല്ല അല്ലേ? എല്ലാ ഫേസസും ഡിഫറെൻ്റ് ആണല്ലേ? അല്ലെങ്കിൽ പറയാൻ സാധിക്കും ഓൾ ഫേസസ് ഡിഫറെൻ്റ് അല്ലേ? ഓൾ ഫേസസ് ഡിഫറെൻ്റ് ആണല്ലേ? അല്ല, 2 വ്യൂസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, എല്ലാ ഫേസസും ഡിഫറെൻ്റ് ആണ് അല്ലേ? അല്ലെങ്കിൽ നോ കോമൺ ഫേസ്. കോമൺ ആയിട്ട് ഒരു കോമൺ ഫേസ് ആരുമില്ല കണ്ടോ. 2, 6, 3, 1, 4, 5 എല്ലാ ഫേസ് ഡിഫറെൻ്റ് ആണല്ലേ? എന്നിട്ട് നമ്മൾ ചോദിക്കുവാണ്, ഏതെങ്കിലും ഒരു ഫേസിൻ്റെ ഓപ്പോസിറ്റ് ഫേസ് ആരാണ്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഖ്യയുടെ ഓപ്പോസിറ്റ് വരുന്ന സംഖ്യ ആരാണെന്നാണ് ചോദ്യം. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ എല്ലാ ഫേസും ഡിഫറെൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ കോമൺ ഒരു ഫേസും ഇല്ലെങ്കിൽ, നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്പോസിറ്റ് ഫേസ് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ആക്ച്വലി കനോട്ട് ബി ഡിറ്റർമിൻ ആണ് നമ്മുടെ ഉത്തരം കേട്ടോ. അതായത് നമ്മുടെ അടുത്ത് ചോദിക്കുവാണ് ഏതെങ്കിലും ഫേസിൻ്റെ ഓപ്പോസിറ്റ് ഫേസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം വ്യത്യസ്തമാണ് അല്ലേ? കോമൺ ആയിട്ട് ഒരാളും ഇല്ല. അങ്ങനെയെങ്കിൽ പറയാൻ സാധിക്കും, നമുക്ക് ഏതെങ്കിലും ഓപ്പോസിറ്റ് ഫേസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഓപ്പോസിറ്റ് ഫേസിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഡീറ്റെയിൽ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. എന്ന് നമ്മൾ പറഞ്ഞുതരാം. നോക്കുക, തൽക്കാലം നമുക്ക് എന്താ ചോദ്യം? ഈ ഒന്നിൻ്റെ ഓപ്പോസിറ്റ് ആരല്ലേ? 1ന്റെ ഓപ്പോസിറ്റ് ആരാണ് ചോദ്യം അല്ലേ? ഈ 1ന്റെ ഓപ്പോസിറ്റ് ആരാണ്? ഓക്കെ, അപ്പം നമ്മൾ കണ്ടു ഈ 1ന്റെ കൂടെ നമ്പേഴ്സ് ആരാണ്? കൂടെ നമ്പേഴ്സ് 4ഉം 5ഉം. ഈ 4ഉം 5ഉം ആരാണ് ആക്ച്വലി?
ഈ ഒന്നിൻ്റെ അഡ്ജസൻറ്റ് ഫേസ് അഡ്ജസൻ്റ് ആണ് ഈ 4 5 അല്ലേ, അഡ്ജസൻ്റ് ആയിട്ടുള്ള ഫേസുകളാണ് അല്ലേ, അഡ്ജസൻറ്റ് ഫേസുകളാണ്, അടുത്തടുത്തുള്ള ഫേസാണ് അഡ്ജസൻറ്റ് ഫേസ് ആണല്ലേ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒരു കാരണവശാലും ഒന്നിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഈ 4 വരത്തില്ല 5 വരത്തില്ല അല്ലേ, ഒന്നിൻ്റെ ഓപ്പോസിറ്റായിട്ട് 4 5 എന്തായാലും വരത്തില്ല. പിന്നെ ആരൊക്കെ വരാം? ഒന്നെങ്കിൽ 2 വരാം, അല്ലെങ്കിൽ 3 വരാം, അല്ലെങ്കിൽ 6 വരാം. നമുക്കവിടെ ഉറപ്പില്ല. കണ്ടോ, നമ്മുടെ അടുത്ത് ഒന്നിൻ്റെ ഓപ്പോസിറ്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 5 എന്തായാലും വരത്തില്ല, കാര്യം അവർ 2 അഡ്ജസ്റ്റൻറ്റ് ഫേസുകളാണ്. അങ്ങനെയെങ്കിൽ 2 3 6 വരാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. അത് കാരണം അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തന്നിരിക്കുന്ന ഫിഗറിനകത്ത് കോമൺ ഫേസ് ആരുമില്ല, അല്ലെങ്കിൽ എല്ലാ ഫേസും ഡിഫറൻ്റ് ആണ്. അത് കാരണം പറയാൻ സാധിക്കും എല്ലാ ഫേസും ഡിഫറൻ്റ് ആയത് കാരണം നമ്മുടെ അടുത്ത് ഏതെങ്കിലും ഒരു ഓപ്പോസ് ഫേസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി കനോട്ട് ബി ഡിറ്റർമിൻ കേട്ടോ, ഡിറ്റർമിൻ ആണ്. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ചെക്ക് ചെയ്യാം. ഈ 2ൻ്റെ ഓപ്പോസിറ്റ് ആരും ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും 2ൻ്റെ ഓപ്പോസിറ്റ് ഈ 3 വരത്തില്ല 6 വരത്തില്ല. കാര്യം എന്താണ്? 2ൻ്റെ അഡ്ജസൻറ്റ് ഫേസുകളാണ് 3 6. ഒരു കാരണം 2ൻ്റെ ഓപ്പോസിറ്റ് അയാൾ വരത്തില്ല, ഉറപ്പാണ് അല്ലേ. പിന്നെ ആര് വരാം? ഈ തന്നിരിക്കുന്നത് 1 4 5 വരാം അല്ല, നമുക്ക് ഉറപ്പില്ല. അത് കാരണമാണ് പറയുന്നത് ഓപ്പോസ് ഫേസ് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കനോട്ട് ബി ഡിറ്റർമിൻ കേട്ടോ. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കേസ് നമ്പർ 1. ഓക്കെ, കേസ് നമ്പർ 1 മനസ്സിലായാലോ? നോ ഫേസ് കോമൺ അല്ലെങ്കിൽ ഓൾ ഫേസ് ഡിഫറൻ്റ് ആണെങ്കിൽ നമ്മുടെ അടുത്ത് ഏതെങ്കിലും ഒരു ഓപ്പോസ് ഫേസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, കനോട്ട് ബി ഡിറ്റർമിൻ ആണ്. ക്ലിയർ അല്ലേ? ഇതാണ് കേസ് നമ്പർ 1. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈപ്പ് 1 ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ടൈപ്പ് 1 ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ തരും, നമുക്ക് ഒരു സെയിം ക്യൂബിൻ്റെ 2 അല്ലെങ്കിൽ 3 4 എന്തോ ആയിക്കോട്ടെ ഡിഫറെൻറ്റ് വ്യൂസ്, സെയിം ഡൈസിൻ്റെ പല വ്യൂസ് നമ്മൾ തരുവാണ് എന്ന് നമ്മൾ ചോദിക്കും ഏതെങ്കിലും ഒരു ഫേസിൻ്റെ ഓപ്പോസിറ്റ് ഫേസ് ആരാണ്. പിടികിട്ടിയോ? നമുക്ക് ആ ക്വസ്റ്റ്യൻ അങ്ങനെയാണ് വരുന്നത്. അതായത് ഫസ്റ്റ് ടൈപ്പ് 1 ക്വസ്റ്റ്യൻ മനസ്സിലായാലോ? നമുക്ക് ഒരു സെയിം ക്യൂബിൻ്റെ ഡിഫറെൻറ്റ് വ്യൂസോ 2 കൂടുതൽ ഡിഫറൻറ്റ് വ്യൂസ് നമ്മൾ തന്നിട്ട് ചോദിക്കും ഏതെങ്കിലും ഒരു ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസിൻ്റെ ഓപ്പോസിറ്റ് ഫേസ് ആരെന്ന് ചോദിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ടൈപ്പ് നമ്പർ 1. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ കേസ് നമ്പർ 1 പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് ഫേസിൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ 2 പേരും കമ്പയർ ചെയ്യാൻ പറയാൻ സാധിക്കും. ഫസ്റ്റ് വ്യൂ എന്ന് കണ്ടോ, ഇവിടുത്തെ നമ്പേഴ്സ് 2 3 6, രണ്ടാമത്തെ വ്യൂ 1 4 5. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്? എല്ലാ ഫേസുകളും ഡിഫറൻ്റ് ആണ്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഒരു ഫേസും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഏതെങ്കിലും ഒരു ഓപ്പോസിറ്റ് ഫേസ് ചോദിച്ചാൽ പറയാൻ പറ്റും. എന്ത് പറയാൻ പറ്റും? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് ഉറപ്പില്ല. അത് കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, മുന്നോട്ട് പോകാലോ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടോ. ദ 2 പോർഷൻസ് ഓഫ് എ ഡൈസ് ആർ ഷോൺ ബിലോ. വാട്ട് number 1 is on the top? Okay, sorry, when number 1 is on the top, what number will be at the bottom? Okay, when number 1 is on top, what number will be at the bottom? അല്ലേ, ഇവിടെ ചോദ്യം എന്താണ്? ഈ 1 എന്ന് പറഞ്ഞ സംഖ്യ, ഓക്കെ, 1 എന്ന് പറഞ്ഞ സംഖ്യ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ വാട്ട് നമ്പർ വിൽ ബി അറ്റ് ദ ബോട്ടം? അവിടെയും ചോദ്യം എന്താണ്? 1 എന്ന സംഖ്യയുടെ ഓപ്പോസിറ്റ് ഫേസ് ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം കേട്ടോ. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നതായിരുന്നു. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നോക്കുക, നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? സെയിം ക്യൂബിൻ്റെ തന്നെ രണ്ട് ഡിഫറെൻറ്റ് വ്യൂസ് ആണ് അല്ലേ. അപ്പോൾ അവിടെ കാണാൻ സാധിക്കും എന്താണ്? നമുക്ക് എന്താണ് വിളിക്കുന്നത്? ഈ ഒന്നിൻ്റെ ഓപ്പോസിറ്റ് ആരാണ് നമ്മുടെ ചോദ്യം അല്ലേ. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും എന്താണ്? രണ്ടുകൂടെ കമ്പയർ പറയാൻ പറ്റും. എന്താണ് ഇവിടെ? രണ്ട് വ്യൂയും കൂടെ ഒരു സംഖ്യ, അതായത് 1 എന്ന് പറഞ്ഞ സംഖ്യ കോമൺ ആണ് അല്ലേ. ഇപ്പോൾ ഇതാണ് നമ്മുടെ കേസ് നമ്പർ 2. കുഞ്ഞുങ്ങൾ നമ്മുടെ കേസ് നമ്പർ 2. ഓക്കെ, അതായത് എന്താണ്? വൺ ഫേസ് കോമൺ, ഒരു ഫേസ്, രണ്ടുകൂടെ കമ്പയർ ചെയ്യുമ്പോൾ 1 ഫേസ് കോമൺ അല്ലേ. ഒരു ഫേസ് കോമൺ ആണ്. 1 ഫേസ് കോമൺ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, 1 ഫേസ് കോമൺ ആണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആക്ച്വലി എല്ലാ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഓപ്പോസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ വലിയ പണിയെടുക്കാതെ വളരെ എളുപ്പം പറയാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഞാൻ എഴുതുവാണ്. അതായത് ഫസ്റ്റ് വ്യൂന്ന് ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? 1 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട് അല്ലേ. ഇനി സെക്കൻഡ് വ്യൂ ആരെ കാണാൻ സാധിക്കുന്നുണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? 1ൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ. 1ൻ്റെ ഓപ്പോസിറ്റ് ആണ് ചോദ്യം അല്ലേ. അപ്പോൾ എന്തായാലും 1ൻ്റെ അഡ്ജസൻറ്റ് ഫേസ് ആണ് 2 3. 1ൻ്റെ അഡ്ജസൻറ്റ് ഫേസ് ആണ് 2 3 അല്ലേ. അതുപോലെ തന്നെ 1ൻ്റെ അഡ്ജസൻറ്റ് ഫേസുകളാണ് 4 5. അപ്പോൾ എന്തായാലും 1ൻ്റെ അടുത്തുള്ള ആൾക്കാരാണ് ആര്? 2 3 4 5 അല്ലേ. 1ൻ്റെ അഡ്ജസൻറ്റ് ഫേസുകളാണ് 2 3 4 5 അല്ല. അങ്ങനെ ഉറപ്പായിട്ടും 1ൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, സംശയമില്ല. 1ൻ്റെ ഓപ്പോസിറ്റ് ബാക്കി മിച്ചമുള്ള 6 ആയിരിക്കും. ഒരു സംശയം വേണ്ട, 1ൻ്റെ ഓപ്പോസിറ്റ് ഉറപ്പായിട്ടും 6 തന്നെയാണ്. ക്ലിയർ അല്ലേ?
അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ നമ്മൾ ചോദിക്കുകയാണ് 3ന്റെ ഓപ്പോസിറ്റ് ആര്, കുഞ്ഞുങ്ങളെ 3ന്റെ ഓപ്പോസിറ്റ് ആരും ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ചോദിക്കുകയാണ് 3ന്റെ ഓപ്പോസിറ്റ് ആരും ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം എന്തായാലും 3ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ കാണുന്ന 2ഉം വരത്തില്ല 1ഉം വരത്തില്ല അല്ലേ. ഇങ്ങനെ നോക്കുക, ഇങ്ങനെ വെച്ചാൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ 2ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് 1ഉം വരത്തില്ല, 3ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് 2ഉം വരത്തില്ല 2ഉം വരത്തില്ല 1ഉം വരത്തില്ല അല്ലേ. ഉറപ്പല്ലേ? കാര്യം 2ഉം 1ഉം എന്താണ്, അഡ്ജസൻറ്റ് ഫേസുകളാണ്. അങ്ങനെയെങ്കിൽ 4ഓ 5ഓ വരാം അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ ചില കൺഫ്യൂഷൻ ഉണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ കേസ് നമ്പർ 2 യൂസ് ചെയ്യണം, നമ്മൾ ട്രിക്ക് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 1 ഫേസ് കോമൺ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കോമൺ നമ്പർ ആരാണോ അയാൾ നമ്മൾ എന്ത് ചെയ്യുക, അയാളെ ബേസ് ആക്കി വെച്ചോണ്ട് അല്ലെങ്കിൽ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ആ നമ്പർ ആരാണോ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് ഓർഡറിൽ എഴുതുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വ്യൂ ക്ലോക്ക് വൈസ് എഴുതുമ്പോൾ എന്താകും, 1 4 5 എന്നല്ല 1 4 5 എഴുതാം കേട്ടോ. ക്ലോക്ക് വൈസ് ആകുമ്പോൾ 1 5 5 4 കേട്ടോ. 5 4 ക്ലോക്ക് വൈസ് ഓർഡറിൽ എഴുതുമ്പോൾ 1 5 4 കേട്ടോ. അപ്പോൾ 1 എന്ന് പറയുന്ന സംഖ്യ, കോമൺ സംഖ്യ ആരാണോ അയാളെ ബേസ് ആക്കി വെച്ചോണ്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ക്ലോക്ക് വൈസ് ഓർഡർ ഘടികാര ദിശയിൽ കേട്ടോ, ഘടികാര ദിശ എഴുതുക, ക്ലോക്ക് വൈസ് ഓർഡർ എഴുതുക. അപ്പോൾ 1 4 5 4 1 5 4. അത് രണ്ടാമത്തെ വ്യൂ എടുക്കുമ്പോൾ കോമൺ നമ്പർ 1 അയാളെ ബേസ് ആക്കി വെച്ചോണ്ട് നിങ്ങൾ ക്ലോക്ക് വൈസ് ഓർഡർ എഴുതുക കണ്ടോ. അപ്പം എന്ത് വരും, 1 3 2 1 3 2 കിട്ടും കേട്ടോ. 1 3 2 കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ. ഉറപ്പായിട്ടും 5ന്റെ ഓപ്പോസിറ്റ് 3 ആയിരിക്കും, 4ന്റെ ഓപ്പോസിറ്റ് ഉറപ്പായിട്ട് 2 ആയിരിക്കും, ബാക്കി മിച്ചമുള്ള 1ന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, ബാക്കി മിച്ചമുള്ള 6 ആയിരിക്കും. ഫ്രീ കിട്ടിയോ? ഇത്രയേ ഉള്ളൂ പരിപാടി. കോമൺ നമ്പർ ആരാണോ അയാളെ ബേസാക്കി വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് എഴുതാം അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് എഴുതാൻ തെറ്റൊന്നുമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക. പക്ഷേ രണ്ടിടത്തും ഒരേപോലത്തെ ഓർഡർ തന്നെ ആയിരിക്കണം. ഓക്കെ. അപ്പോൾ എളുപ്പത്തിന് പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലോക്ക് വൈസ് ഓർഡർ എഴുതട്ടോ. ക്ലോക്ക് വൈസ് ഘടികാര ദിശയിൽ എഴുതുക. അപ്പോൾ കോമൺ നമ്പർ 1 അവിടെ നിന്ന് എഴുതാം. ഫസ്റ്റ് വ്യൂ എന്ത് എഴുതാൻ പറ്റും, ഫസ്റ്റ് വ്യൂ നമുക്ക് ഇങ്ങനെ എഴുതാം 1 5 4. ഓക്കെ. അടുത്തത് രണ്ടാമത്തെ വ്യൂ എന്ത് എഴുതാൻ പറ്റും, 1 കണ്ടോ 1 3 2. നമുക്ക് പറയാൻ പറ്റും ഈ കാണുന്ന 5 3 ഓക്കെ 5ന്റെ ഓപ്പോസിറ്റ് 3 ആകാം, അല്ലെങ്കിൽ 3ന്റെ ഓപ്പോസിറ്റ് 5 ആയിരിക്കും അല്ലേ. അതുപോലെ 4ന്റെ ഓപ്പോസിറ്റ് ഉറപ്പായിട്ട് 2 ആയിരിക്കും, ബാക്കി മിച്ചമുള്ള 1ന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, ഉറപ്പായിട്ട് കുഞ്ഞുങ്ങൾ 6 ആയിരിക്കും കേട്ടോ. 6 ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടി 1ന്റെ ഓപ്പോസിറ്റ് 6. ഓക്കെ. 5ന്റെ ഓപ്പോസിറ്റ് ഉറപ്പായിട്ട് 3. അതുപോലെ 4ന്റെ ഓപ്പോസിറ്റ് ഉറപ്പായിട്ടും 2 അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാ ഓപ്പോസിറ്റ് ഫേസുകൾ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ സാധിച്ചു അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. 1 ഫേസ് കോമൺ ആണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്താണ്, ഓൾ ഓപ്പോസിറ്റ് ഫേസസ് ക്യാൻ ബി ഡിറ്റർമിൻ അല്ലേ. ഓൾ ഓപ്പോസിറ്റ് ഫേസസ് ക്യാൻ ബി ഡിറ്റർമിൻ. പിടിയോ? അപ്പോൾ ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ കേട്ടോ, ഒരു ഐഡിയ വളരെ ഫാസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിടികിട്ടിയില്ലേ? ഓക്കെ ആണ്. അതാണ് നമ്മുടെ കേസ് നമ്പർ 2. സെറ്റ് അല്ലേ? ഉത്തരം തരും ഉറപ്പായിട്ടും 1ന്റെ ഓപ്പോസിറ്റ് ആണ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ 6 ആണ്. പിടികിട്ടിയോ? ഇപ്പോൾ നമ്മുടെ കേസ് നമ്പർ 2 ഒരു ഫേസ് കോമൺ ആണെങ്കിൽ കോമൺ സംഖ്യ ആരാണോ അയാളെ ബേസ് ആക്കി വെച്ച് നമ്മൾ ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് ഓർഡറിൽ എഴുതുക, അല്ലെങ്കിൽ വേണമെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് കാണിച്ചു തരാം. ആൻറ്റി ക്ലോക്ക് വൈസ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ എന്ത് പറ്റും, കോമൺ നമ്പർ 1 അല്ലേ. ഇപ്പം എന്താ ജസ്റ്റ് വേറെ വെച്ച് കാണിച്ചു തരാം. ഓക്കെ. കോമൺ നമ്പർ 1 തിരിച്ചെഴുതി കഴിഞ്ഞാൽ ഓർഡർ എങ്ങനെ ആയിരിക്കും, 1 4 5 എന്ന് വരും. ഇവിടെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ എന്താകും, 1 2 3 ഇങ്ങനെ എഴുതിയാലും കണ്ടോ 4ന്റെ ഓപ്പോസിറ്റ് 2 തന്നെ, 5ന്റെ ഓപ്പോസിറ്റ് 3 തന്നെ, ബാക്കി മിച്ചമുള്ള 1ന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, 6 തന്നെയാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക. ഒന്നുകിൽ ക്ലോക്ക് വൈസ് ഓർഡർ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഓർഡർ ഫോളോ ചെയ്യുക കേട്ടോ. സെറ്റല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഇതാണ് നമ്മുടെ കേസ് നമ്പർ 2. ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വെറും 5 സെക്കൻഡ്, മാക്സിമം 5 സെക്കൻഡ്സ് മതി, വളരെ വേഗം ചെയ്യാൻ പറ്റും കേട്ടോ. സെറ്റല്ലേ? അപ്പോൾ നമ്മൾ 2 കേസ് പറഞ്ഞു. കേസ് നമ്പർ 1 എന്തായിരുന്നു? കേസ് നമ്പർ 1 എല്ലാ ഫേസും ഡിഫറെൻ്റ് അല്ലേ. കേസ് നമ്പർ 2 എന്താണ്, 1 ഫേസ് കോമൺ, ഒരു ഫേസ് കോമൺ ആണ്. ഓക്കെ. നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, ഇതാണ് ക്വസ്റ്റ്യൻ കണ്ടോ. 2 പേഴ്സ് ഓഫ് എ ഡൈസ് ആർ ഷോൺ ബിലോ. വെൻ ദ നമ്പർ 1 ഈസ് ഓൺ ദ ടോപ്പ്, വാട്ട് നമ്പർ വിൽ ബി അറ്റ് ദ ബോട്ടം. ഓക്കെ. ക്വസ്റ്റ്യൻ കണ്ടല്ലോ. എന്താണ് ഇവിടെ 1 എന്ന് പറഞ്ഞ സംഖ്യ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ അല്ലേ, 1 എന്ന് പറഞ്ഞ സംഖ്യ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആരാണ് അല്ലേ, 1ന്റെ ഓപ്പോസിറ്റ് അല്ലേ, വാട്ട് നമ്പർ വിൽ ബി അറ്റ് ദ ബോട്ടം അല്ലേ. അതായത് 1 എന്ന് പറയുന്ന സംഖ്യയുടെ ഓപ്പോസിറ്റ് ഫേസ് ആരാണ് എന്നാണ് അല്ലേ, ഓപ്പോസിറ്റ് ഫേസ് ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ. 1ന്റെ ഓപ്പോസിറ്റ് ആര് വരുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ക്വസ്റ്റിനകത്ത് രണ്ട് ഡിഫറെൻറ്റ് വ്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ 1ന്റെ ഓപ്പോസിറ്റ് ആരെ നമുക്ക് കണ്ടുപിടിക്കണം.
ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ആക്ച്വലി ഒന്നും കാണുന്നില്ല, ഒന്നും ഇവിടെ കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഫിഗർ ചെക്ക് ചെയ്യാൻ അറിയാൻ പറ്റും എന്താണ്, എന്തായാലും ആരൊക്കെ ഉണ്ട് ഇവിടെ? അതെ, 6ഉം 4ഉം കണ്ടോ, അവിടെ 6 4 ഉണ്ട്, ഇവിടെയും ഒരു 6 4 ഉണ്ടല്ലേ? മനസ്സിലാക്കാൻ പറ്റും. രണ്ടുപേരോടെ കമ്പയർ ചെയ്ത് പറയാൻ പറ്റുന്നതാണ്. ഇവിടെ രണ്ട് ഫേസ് കോമൺ ഉണ്ടല്ലേ? രണ്ടിടത്ത് 4ഉം 6 4 6 കോമൺ ഉണ്ട് അല്ലേ? അതായത് ഇതാണ് നമ്മുടെ കേസ് നമ്പർ 3 കുഞ്ഞുങ്ങൾ, ഇതാണ് നമ്മുടെ കേസ് നമ്പർ 3 കേട്ടോ, കേസ് നമ്പർ 3. ഓക്കെ, അതായത് ടു ഫേസസ് കോമൺ കേട്ടോ, 2 ഫേസസ് കോമൺ, 2 ഫേസ് കോമൺ ഉണ്ട്. ഓക്കെ, അപ്പൊ 2 ഫേസ് കോമൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആകെ പറയാൻ പറ്റുന്ന ഇത്രേ ഉള്ളൂ. ബാക്കി മിച്ചം വരുന്നതാണ്. ഓക്കെ, രണ്ടിടത്തും കൂടെ മിച്ചം വരുന്ന കണ്ടല്ലോ, ആരൊക്കെയാണ്? നമ്പർ 2ഉം ഇവിടെ നമ്പർ 5, നമ്പർ 2 നമ്പർ 5 അല്ലേ? അതായത് ഉറപ്പായിട്ട് ബാക്കി മിച്ചം വരുന്ന 2ന്റെ ഓപ്പോസിറ്റ് ഉറപ്പായിട്ടും 5 കേട്ടോ. 2ന്റെ ഓപ്പോസിറ്റ് 5ആണ്. ബാക്കി ഒന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? ആകെ പറയാൻ പറ്റുന്നത് ഈ 2ന്റെ ഓപ്പോസിറ്റ് 5 മാത്രം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ബാക്കി ഒന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കത്തില്ല. ഓക്കെ, ജസ്റ്റ് കാണിച്ചു തരാം, എന്തോന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് വ്യൂ ആരൊക്കെ ഉണ്ട് ഇവിടെ? ഫസ്റ്റ് വ്യൂ ആരൊക്കെ ഉണ്ട്? 2 4 6, 2 4 6. സെക്കൻഡ് വ്യൂ ആരുണ്ട് ഇവിടെ? ആരുണ്ട്? 5 4 6. ഓക്കെ, 5 4 6. ഓക്കെ, അപ്പൊ നോക്കുക, എന്തായാലും ഈ 5ന്റെ എന്താണ് അഡ്ജസൻ ഫേസിലാണ് 4ഉം 6ഉം. ഓക്കെ, അത് 2ന്റെ അഡ്ജസൻ ഫേസാണ് 4ഉം 6ഉം. തൽക്കാലം നിങ്ങൾ ചോദിക്കുവാണ് ഈ 6ന്റെ കുഞ്ഞുങ്ങളെ 6ന്റെ ഓപ്പോസിറ്റ് ആരും ചോദിക്കും, 6ന്റെ ഓപ്പോസിറ്റ് ആരും ചോദിക്കുവാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നോക്കിക്കോളൂ, എന്തായാലും ഈ 6ന്റെ ഓപ്പോസിറ്റ് ആയിട്ട്, ഓക്കെ, 6ന്റെ ഓപ്പോസിറ്റ് ആരൊക്കെ വരത്തില്ല? ആരൊക്കെ വരത്തില്ല നോക്കിയേ. എന്തായാലും 4 വരത്തില്ല, 5 വരത്തില്ല അല്ലേ? ഉറപ്പായിട്ടും 4 എന്തായാലും വരത്തില്ല അല്ലേ? അതുപോലെ 5ഉം വരത്തില്ല. പിന്നെ ആരും വരത്തില്ല, കൊണ്ട് ഈ രണ്ടും വരത്തില്ല. ഓക്കെ, അപ്പൊ 6ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് 4 വരത്തില്ല, 5 വരത്തില്ല, 2 വരത്തില്ല അല്ലേ? അങ്ങനെങ്കിൽ ആര് വരാം അല്ലേ? 6ന്റെ ഓപ്പോസിറ്റ് ഒന്നെങ്കിൽ 1 വരാം, അല്ലെങ്കിൽ 3 വരാം. കണ്ടോ, ഒന്നെങ്കിൽ 1 വരാം, അല്ലെങ്കിൽ 3 വരാം. പറഞ്ഞാലും പിടി കിട്ടുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് 6ന്റെ ഓപ്പോസിറ്റ് ആരാണ്? അങ്ങനെയെങ്കിൽ എന്തായാലും ഈ 4 വരത്തില്ല, ഈ 5 വരത്തില്ല, ഈ 2 വരത്തില്ല. കാര്യം എന്താണ്? ഈ 2ഉം 5ഉം 4ഉം എന്താണ്? അഡ്ജസൻ ഫേസുകളാണ്. അങ്ങനെയെങ്കിൽ 6ന്റെ ഓപ്പോസിറ്റ് ആരൊക്കെ വരാം? ഒന്നെങ്കിൽ 1 വരാം, അല്ലെങ്കിൽ 3 വരാം അല്ലേ? അത് ക്ലിയർ ആണ്. ഇനി എൻ്റെ അടുത്ത് ചോദിക്കുവാണ് 4 കുഞ്ഞുങ്ങളെ 4ന്റെ ഓപ്പോസിറ്റ് ആരും കേട്ടോ. ഞാൻ ചോദിക്കുവാണെങ്കിൽ 4ന്റെ ഓപ്പോസിറ്റ് ആരും ചോദിക്കുവാണ്. ഓക്കെ, ഇപ്പം 4ന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും 4ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് 2 വരത്തില്ല, 6 വരത്തില്ല അല്ലേ? 2ഉം വരും, 4ഉം വരത്തില്ല. ഓക്കെ, കാര്യം 4ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് 2 വരത്തില്ല, 6 വരത്തില്ല. കാര്യം എന്താ? 2ഉം 6ഉം അഡ്ജസൻ ഫേസ് ആണ്. അതുപോലെ തന്നെ ഈ 5ഉം വരത്തില്ല അല്ലേ? കാര്യം എന്താണ്? 5ഉം 4ന്റെ തന്നെ അഡ്ജസൻ ഫേസ് ആണ്. അങ്ങനെയെങ്കിൽ 4ന്റെ ഓപ്പോസിറ്റ് ആര് വരാം? ഒന്നെങ്കിൽ 1 വരാം, അല്ലെങ്കിൽ 3 വരാം അല്ലേ? ഒന്നെങ്കിൽ 1 വരാം, അല്ലെങ്കിൽ 3 വരാം. പിടി കിട്ടിയോ? ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ നോക്കിയേ, നമുക്കറിയാം, നേരത്തെ കണ്ടുപിടിച്ചു എന്താണ്? 6ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒന്നെങ്കിൽ 1 വരാം, അല്ലെങ്കിൽ 3 വരാം. അതുപോലെ 4ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒന്നെങ്കിൽ 1 വരാം, അല്ലെങ്കിൽ 3 വരാം. കണ്ടോ? ക്ലിയർ അല്ലേ? 6ന്റെ ഓപ്പോസിറ്റ് ഒന്നെങ്കിൽ 6ന്റെ ഓപ്പോസിറ്റ് ഒന്നെങ്കിൽ 1 വരാം, അല്ലെങ്കിൽ 3 വരാം. അതുപോലെ തന്നെ 4ന്റെ ഓപ്പോസിറ്റ് ഒന്നെങ്കിൽ 1 വരാം, അല്ലെങ്കിൽ 3 വരാം. അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ബാക്കി മിച്ചമുള്ള 2ഉം 5ഉം കുഞ്ഞുങ്ങളെ ഉറപ്പായിട്ടും ഓപ്പോസിറ്റ് ഫേസ് ആണ്. പിടി കിട്ടിയോ? അപ്പം ഇങ്ങനെ നമ്മൾ ആ ഒരു അതിലേക്ക് എത്തുന്നത് കണ്ടോ? പിടി കിട്ടും. നമ്മുടെ ചോദിക്കുവാണ് 6ന്റെ ഓപ്പോസിറ്റ് എന്തായാലും 4 വരത്തില്ല, 5 വരത്തില്ല, 2 വരത്തില്ല. ഉറപ്പായിട്ട് 1 3 ആയിരിക്കും. അതുപോലെ തന്നെ 4ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒന്നെങ്കിൽ 1 വരാം, അല്ലെങ്കിൽ 3 വരാം. ഓക്കെ, അപ്പോൾ 6ന്റെ ഓപ്പോസിറ്റ് ഒന്നെങ്കിൽ 1 3, അല്ലെങ്കിൽ അതുപോലെ 4ന്റെ ഓപ്പോസിറ്റ് 1 3 ആയിരിക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ബാക്കി മിച്ചം വരുന്ന 2ഉം 5ഉം കുഞ്ഞുങ്ങളെ ഉറപ്പായിട്ട് ഓപ്പോസിറ്റ് ഫേസ് ആണ്. പിടി കിട്ടിയില്ലേ? ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് 2 ഫേസ് കോമൺ ആണെങ്കിൽ ഉറപ്പായിട്ട് ബാക്കി ഫിഗറിൽ മിച്ചം വരുന്ന 2 ആൾക്കാർ ഡയറക്റ്റ് പറയാൻ പറ്റും കുഞ്ഞുങ്ങളെ ഇവരോട് ഓപ്പോസിറ്റ് ഫേസ് ആണ്. സെറ്റായില്ലേ? ഇത്രയേ ഉള്ളൂ ടൈപ്പ് നമ്പർ 1. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ 3 കേസ് പറഞ്ഞു. ഫസ്റ്റ് കേസ് എന്തായിരുന്നു? ജസ്റ്റ് ഓടിച്ച് കാണിച്ചാൽ നോക്കിയോളൂ. ഫസ്റ്റ് കേസ് ഉണ്ടോ? നോ ഫേസ് കോമൺ, അല്ലെങ്കിൽ ഓൾ ഫേസ് ഡിഫറെൻ്റ് അല്ലേ? എല്ലാ ഫേസും ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ ചോദിക്കുകയാണ് ഓപ്പോസിറ്റ് ഫേസ്. ഏതെങ്കിലും ഒരു ഓപ്പോസിറ്റ് ഫേസ് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ആക്ച്വലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ? കനോട്ട് ബി ഡിറ്റർമിൻ ആണ്. എല്ലാ ഫേസും ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾക്ക് ഒരു ഓപ്പോസിഷൻ കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ഒരു ഫേസ് കോമൺ ആണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം?
എല്ലാ ഓപ്പോസിറ്റ്സും ക്യാൻ ബി ഡിറ്റർമൈൻ, എല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? കോമൺ നമ്പർ ആരാണോ അയാളെ ബേസാക്കി വെച്ചുകൊണ്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെ? ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് ഓർഡർ എടുക്കാം, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഓർഡർ എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക. ക്ലോക്ക് വൈസ് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എങ്ങനെ വരും? 1, 5, 4 ഫസ്റ്റ് വ്യൂ എന്നല്ലേ. സെക്കൻഡ് വ്യൂ എടുക്കുമ്പോൾ എന്ത് വരും? ഉറപ്പായിട്ടും 1, 3, 2. ഇപ്പം ഇങ്ങനെ പറയാൻ പറ്റും, ഇങ്ങനെ വന്ന് പറയാൻ പറ്റും. ഉറപ്പായിട്ടും 5ഉം 3ഉം ഓപ്പോസിറ്റ് ഫേസ് ആണ്. അതുപോലെ 4ഉം 2ഉം ഓപ്പോസിറ്റ് ഫേസ് ആണ്. ബാക്കി മിച്ചമുള്ള 1ന്റെ ഓപ്പോസിറ്റ് ഉറപ്പായിട്ടും ആരായിരിക്കും? ഉറപ്പായിട്ടും 6 ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ ഓപ്പോസിറ്റ് ഫേസും കണ്ടുപിടിച്ച് കഴിഞ്ഞു. നമ്മുടെ ചോദ്യം ഇവിടെ എന്തായിരുന്നു? 1ന്റെ ഓപ്പോസിറ്റ് ഉണ്ടോ? 6 തന്നെ കിട്ടണ്ടോ? 1ന്റെ ഓപ്പോസിറ്റ് 6 തന്നെ കിട്ടി. ഓക്കെ, ഇത് നമ്മുടെ കേസ് നമ്പർ 2. ഓക്കെ, കേസ് നമ്പർ 3 എന്തായിരുന്നു? എന്താണ് കേസ് നമ്പർ 3? 2 ഫേസ് കുഞ്ഞുങ്ങൾ 2 ഫേസ് കോമൺ അല്ല. 2 ഫേസ് കോമൺ ആണെങ്കിൽ ഉറപ്പായിട്ടും കോമൺ ഫേസിൽ മാറ്റിയിട്ട് ബാക്കി മിച്ചം വരുന്ന 2 പേര്, രണ്ടിടത്തും 2 വീതം കാണുന്ന 2 മിച്ചം വരുന്ന ആൾക്കാരുണ്ടല്ലോ. ഇവിടെ 2ഉം 5ഉമാണ്. ഇപ്പോൾ ഡയറക്റ്റ് പറയാൻ പറ്റും 2ഉം 5ഉമാണ് ഇവിടുത്തെ ഡയറക്റ്റ് പറയാൻ വരുന്ന ഓപ്പോസിറ്റ് ഫേസുകൾ. ബാക്കി ഒന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കത്തില്ല. കണ്ടോ, 6ന്റെ ഓപ്പോസിറ്റ് 1, 3 ആണ്. അതുപോലെ 4ന്റെ ഓപ്പോസിറ്റ് 1, 3 ഉണ്ടോ? കൺഫേം അല്ല നമുക്ക്, അല്ലേ? അത് കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല. ബാക്കി മിച്ചം വരുന്ന 2ഉം 5ഉം ആയിരിക്കും ഇവിടുത്തെ ഓപ്പോസിറ്റ് ഫേസുകൾ കേട്ടോ. ഇത്രയേ ഉള്ളൂ ടൈപ്പ് നമ്പർ 1. ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മൊത്തം ചോദിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് 5 സെക്കൻഡ്സ് മതി കേട്ടോ. വെറും 5 സെക്കൻഡ്സ് മതി. ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്ന് കരുതുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. സെറ്റല്ലേ? ഓക്കെ, ശരി കുട്ടികളെ. അപ്പം ഇതാണ് നമ്മുടെ ടൈപ്പ് നമ്പർ, ബേസിൽ വരുന്ന ടൈപ്പ് നമ്പർ 1 ഇതാണ്. ഇനി ഇതിനകത്ത് ചെറിയ കാര്യം പറഞ്ഞുതരാം. ഓക്കെ, ജസ്റ്റ് ഓർത്തിരിക്കുക. നമുക്ക് അങ്ങനെ എക്സാം പറഞ്ഞാൽ അത് ചോദിക്കാറില്ല. അഥവാ ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടുപിടിച്ചല്ലോ എന്തൊക്കെയാണ്. ഓക്കെ, നമുക്ക് തൊട്ട് വന്ന ക്വസ്റ്റ്യൻസ് എടുക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കണ്ടോ, 1ഉം 6ഉം ആണല്ലേ. 1ഉം 6 ഇവിടുന്ന് കണ്ടുപിടിച്ചു ഈ ഫിഗറിനകത്ത്. ഓക്കെ, ഈ ഫിഗറിനകത്ത് 1ന്റെ ഓപ്പോസിറ്റ്, ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. കണ്ടു, 1ന്റെ ഓപ്പോസിറ്റ് 6 ആണ്, 5ന്റെ ഓപ്പോസിറ്റ് 3 ആണ്, 4ന്റെ ഓപ്പോസിറ്റ് 2 ആണല്ലേ. നമ്മളിവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി ജസ്റ്റ് ഒരു കാര്യം ഓർത്തിരിക്കണം. നമ്മളിന്ന് കണ്ടുപിടിച്ചല്ലോ എന്തായിരുന്നു? 1ന്റെ ഓപ്പോസിറ്റ് 6. ഓക്കെ, അടുത്തത് ഓക്കെ 5ന്റെ ഓപ്പോസിറ്റ് 3, അതുപോലെ 4ന്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിച്ചു. ഓക്കെ, തൽക്കാലം അവിടെ കടന്നോട്ടെ. ഓക്കെ, ഇത് പറയാൻ കാര്യം വെച്ചാൽ ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ക്വസ്റ്റിനകത്ത് പറയുവാണ് ഒരു സ്റ്റാൻഡേർഡ് ഡൈസ് എന്ന് പറയുവാണ്. ഇങ്ങനെ ക്വസ്റ്റിനകത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ക്വസ്റ്റിനകത്ത് വെറും ഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. പ്രത്യേക സ്റ്റാൻഡേർഡൈസും പറഞ്ഞിട്ടുള്ളൂ. പ്രത്യേകം സ്റ്റാൻഡേർഡൈസ് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇപ്പോൾ സ്റ്റാൻഡേർഡൈസ് ആണ് സംഭവം എന്നുണ്ടെങ്കിൽ ഓക്കെ അവിടെ ഡയറക്റ്റ് പറയാൻ പറ്റും കേട്ടോ. സ്റ്റാൻഡേർഡ്സ് പ്രത്യേകത 1ന്റെ ഓപ്പോസിറ്റ് ഉറപ്പായിട്ടും കുഞ്ഞുങ്ങൾ 6 തന്നെ, 1ന്റെ ഓപ്പോസിറ്റ് 6 തന്നെയാണ്. പിന്നീട് 5ന്റെ ഓപ്പോസിറ്റ് അത് 2 ആയിരിക്കും. അതുപോലെ 4ന്റെ ഓപ്പോസിറ്റ് ഉറപ്പായിട്ടും 3 ആയിരിക്കും. ഓക്കെ, എന്താ കാര്യം അത്രയേ ഉള്ളൂ. ഓപ്പോസിറ്റ് സ്റ്റാൻഡേർഡൈസ് ആകുമ്പോൾ ഇവരുടെ ഓപ്പോസിറ്റ് ഫേസുകളുടെ സമ്മ് കേട്ടോ, സമ്മ് എപ്പോഴും 7 വരണം. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡൈസ് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 1ന്റെ ഓപ്പോസിറ്റ് 6 ആയിരിക്കണം, 5ന്റെ ഓപ്പോസിറ്റ് 2 ആയിരിക്കണം, 4ന്റെ ഓപ്പോസിറ്റ് 3 ആയിരിക്കണം. ഓക്കെ, അത് കൺഫേം ആണ്. കാര്യം വെച്ചാൽ ഓപ്പോസിറ്റ് ഫേസുകളുടെ സം എപ്പോഴും കേട്ടോ 7 എപ്പോഴും ആര് വരണം കണ്ടോ, 7 വരണം കണ്ടോ. 1 + 6 കണ്ടോ 7 കിട്ടും. 5 + 2 അത് 7 കിട്ടും. ഓക്കെ, അത് 4 + 3 ഉണ്ട് 7 തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റിനകത്ത് സ്റ്റാൻഡേർഡൈസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 1ന്റെ ഓപ്പോസിറ്റ് 6 ആണ്, 5ന്റെ ഓപ്പോസിറ്റ് 2 ആണ്, 4ന്റെ ഓപ്പോസിറ്റ് 3 ആണ്. പക്ഷേ സ്റ്റാൻഡേർഡൈസ് പ്രത്യേകം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടോ ഇതാണ് നമുക്ക് കിട്ടുക കണ്ടോ. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചല്ലോ 1ന്റെ ഓപ്പോസിറ്റ് 6 എന്ന് കിട്ടി, 5ന്റെ ഓപ്പോസിറ്റ് 3 ആണ് കിട്ടിയിരിക്കുന്നത്, 4ന്റെ ഓപ്പോസിറ്റ് 2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അവിടെ സം എടുക്കുമ്പോൾ ഇവിടെ 7 വരും, ഇവിടെ 8 വരും, ഇവിടെ 6 വരും. അവിടെ കറക്റ്റായിട്ട് വരുന്നില്ല അല്ലേ. അപ്പോൾ ജസ്റ്റ് ഓർക്കുക, സ്റ്റാൻഡേർഡൈസ് ക്വസ്റ്റൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓപ്പോസിറ്റ് ഫേസുകളുടെ സം ഓപ്പോസിറ്റ് വരുന്ന സൈഡുകളുടെ സം ഉറപ്പായിട്ട് 7 ആയിരിക്കണം. അല്ലാത്ത പക്ഷം ഒരു പ്രശ്നമില്ല, നോർമലായിട്ട് ചെയ്ത് പോയാൽ മതി. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ, മുന്നോട്ട് പോകാമോ? സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് പ്രത്യേകം ഓർത്തിരിക്കുക. ക്വസ്റ്റിനകത്ത് ഇങ്ങനെ സംഭവം അതിന് ചോദിക്കാറ് അങ്ങനെ ഇല്ല, ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. പണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ടൊന്നും ഒരു 7 വർഷമായിട്ടൊന്നും ചോദിച്ചിട്ടേ ഇല്ല, അങ്ങനെ സ്റ്റാൻഡേർഡൈസിൻ്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. എന്നാലും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. മുന്നോട്ട് പോകാം. ശരി കുട്ടികൾ, അപ്പം ടൈപ്പ് 1ൻ്റെ ട്രിക്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് വെച്ചുള്ള കുറച്ച് കോഴ്സസ് വർക്കൗട്ട് ചെയ്യും. വളരെ സിമ്പിളാണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡ്രീം NTPC ബാച്ച് ഒക്ടോബർ 2 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. NTPCക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളുടെയും ഓറിയന്റേഷൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോസ് എല്ലാം പോയി കാണുക. നമ്മുടെ ഡ്രീം ബാച്ചിന്റെ ഭാഗമായിട്ട് 1 മന്ത് ഫ്രീ ട്രയൽ നമ്മൾ യൂട്യൂബിൽ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഡെയിലി ബേസിസിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ ടെസ്റ്റുകൾ നമ്മുടെ ആപ്പിൽ ലഭ്യമായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ ടെസ്റ്റുകൾ ഡെയിലി അറ്റൻഡ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക.
ഇപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ അതുപോലെ തന്നെ ടെസ്റ്റുകൾ എന്നുള്ളതിന് ഒരു ഷെഡ്യൂൾ 1 വീക്ക് ഷെഡ്യൂൾ ആദ്യത്തെ ഒരാഴ്ചത്തെ ഷെഡ്യൂൾ നമ്മൾ നമ്മുടെ ചാനലിൽ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഷെഡ്യൂൾ എടുത്തു വെച്ച് നോക്കുക. ഇപ്പോഴും ആപ്പ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പല കുട്ടികൾക്കും അറിയില്ല. അതിനുവേണ്ടി ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ആ വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡെയിലി ബേസിസിൽ 1 മന്ത് ഫ്രീ ട്രയലിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ ക്ലാസ്സുകളും യൂട്യൂബിൽ ലഭ്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്ലാസ്സുകളെല്ലാം കാണുക, വിലയിരുത്തുക, തീരുമാനിക്കുക. 2 portions of a cube are shown below. What will come opposite face containing 5? Okay, 5ന്റെ ഓപ്പോസിറ്റ് 5 ഉള്ള ഫേസിന്റെ ഓപ്പോസിറ്റ് അല്ലേ, ഓപ്പോസിറ്റ് ഫേസ് ആരാണല്ലേ, അതായത് 5ന്റെ ഓപ്പോസിറ്റ് ഫേസ് ആരാണ് എന്നാണ് ചോദ്യം അല്ലേ. ഓപ്പോസിറ്റ് ഫേസ് ആരാണ്? ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം ഫിഗർ. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് സെയിം ക്യൂബിന്റെ 2 ഡിഫറെൻറ്റ് വ്യൂസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഏത് കേസ് യൂസ് ചെയ്യാൻ നോക്കാം അല്ലേ, അത് ചെക്ക് ചെയ്ത് നോക്കണം. കേസ് 1 ആണോ 2 ആണോ 3 ആണോ ചെക്ക് ചെയ്യാൻ കണ്ടുപിടിക്കണം അല്ലേ. ഇപ്പോൾ നോക്കാൻ പറയാൻ പറ്റും. ഇവിടെ എന്താണ് ആരുണ്ട്, ഫസ്റ്റ് വ്യൂ ആരുണ്ട്, ഫസ്റ്റ് വ്യൂവിൽ 2, 3, 6 ഉണ്ട്, സെക്കൻഡിൽ 2, 4, 5 ഉണ്ടല്ലേ. അതായത് 2 എന്ന് പറഞ്ഞ നമ്പറാണ് ആകെ കോമൺ അല്ലേ. അതായത് 1 ഫേസ്, കുഞ്ഞുങ്ങളെ 1 ഫേസ് കോമൺ അല്ലേ. ഇപ്പം നമ്മൾ കേസ് നമ്പർ 2 യൂസ് ചെയ്യാം. കേസ് നമ്പർ 2 ആണ് അല്ലേ. കാര്യം എന്താ, 1 ഫേസ് കോമൺ അല്ലേ. അപ്പോൾ 1 ഫേസ് കോമൺ ആണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആക്ച്വലി എല്ലാ ഓപ്പോസിറ്റ്സ് ഇവിടെ കണ്ടുപിടിക്കാൻ സാധിക്കും, ഉറപ്പാണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, കോമൺ ഫേസ് ആരാണോ, അപ്പോൾ 1 ഫേസ് കോമൺ നമ്മൾ ട്രിക്ക് എങ്ങനെയാണ്, കോമൺ ഫേസ് ആരാണോ അയാളെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് ഓർഡറിൽ എഴുതുക, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഓർഡറിൽ എഴുതുക അല്ലേ. അപ്പോൾ എന്താ, ആദ്യത്തെ ഫസ്റ്റ് വ്യൂ നമുക്ക് എന്തെഴുതാൻ സാധിക്കും, 2, 6, 3 ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി സെക്കൻഡ് വ്യൂ നമുക്ക് എന്ത് ചെയ്യണം, 2 സ്റ്റാർട്ട് ചെയ്യണം. 2 ക്ലോക്ക് വൈസ് ഓർഡർ ചെയ്യുമ്പോൾ 2, 5, 4 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെ എഴുതി പറയാൻ സാധിക്കും എന്താണ്, 6ന്റെ ഓപ്പോസിറ്റ് 5 ആണ് അല്ലേ. അതുപോലെ 3ന്റെ ഓപ്പോസിറ്റ് ഉറപ്പായിട്ടും 4 ആയിരിക്കും. ബാക്കി മിച്ചമുള്ള 2 ഓപ്പോസിറ്റ് എന്തായിരിക്കും, ഉറപ്പായിട്ടും 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ് അല്ലേ, 5 ഇവിടെ 5ന്റെ ഓപ്പോസിറ്റ് ആരാണ്, ഉറപ്പായിട്ടും ആര് വരും, 5ന്റെ ഓപ്പോസിറ്റ് 6 എന്ന് കിട്ടും. ഓപ്ഷൻ എ അല്ലേ, ഓപ്ഷൻ എ 6. കണ്ടോ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ക്ലിയർ ആണെന്ന് കരുതുന്നു, കുഴപ്പമൊന്നുമില്ല. കണ്ടോ, സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, മാക്സിമം ഫാസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ തന്നെ വെറും നിങ്ങൾക്ക് 5 സെക്കൻഡ്, വെറും 5 സെക്കൻഡ്സ് മതിയാകും. ഓക്കെ, അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഫാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ കുട്ടികളെ, മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 portions of a cube are shown below. What will come opposite face containing 5? ഓക്കെ, ഇവിടെ എന്താണ്, സെയിം ക്യൂബിൻ്റെ തന്നെ 3 ഡിഫറെൻറ്റ് വ്യൂസ് ആണല്ലേ, 3 ഡിഫറെൻറ്റ് വ്യൂസ് ആണ്. അപ്പോൾ നമ്മൾ 3 ആയിക്കോട്ടെ 4 ആയിക്കോട്ടെ 5 എത്ര ഡിഫറെൻറ്റ് വ്യൂസ് വന്നാലും ഒരു കുഴപ്പമില്ല. നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യണം, ഉറപ്പായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ്, 2 ഫേസ്, 2 ക്യൂബ്സ് അല്ലെങ്കിൽ 2 വ്യൂസ് തമ്മിൽ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ 2 പൊസിഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. ഇവിടെ 3 വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സീനുമില്ല, നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഇങ്ങനെ 2 ആൾക്കാരെ വെച്ച് മാക്സിമം കമ്പയർ ചെയ്യാം. ഓക്കെ, അത്ര ഉള്ള പരിപാടി, വേറെ ഒന്നുമില്ല. ഓക്കെ, നമ്മുടെ ചോദ്യം എന്താണ് ഇവിടെ, ഓക്കെ, ഫേസ് കണ്ടെയ്നിങ് 5ന്റെ ഓപ്പോസിറ്റ് ആരാണ് എന്നാണ് നമ്മുടെ ഓപ്പോസിറ്റ് ഫേസ് ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ. അപ്പോൾ നോക്കി നമുക്ക് എന്ത് ചെയ്യാം, 1ഉം 2ഉം, ഓക്കെ 1ഉം 2ഉം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ ചിലപ്പോൾ 1, 2 കമ്പയർ ഉറപ്പായിട്ടും ഉത്തരം കിട്ടും അല്ലേ. ഇവിടെ 1 and 2, ഇവിടുത്തെ 1 and 2 മാത്രം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ 1 and 2 കമ്പയർ ചെയ്യാം. അപ്പോൾ അവിടെ കോമൺ ആരുണ്ട്, ഇവിടെ 2 എടുത്തും കോമൺ ആയിട്ട് വരുന്ന ആരാണ്, 1 and 2 കമ്പയർ ചെയ്യുമ്പോൾ കോമൺ നമ്പർ ആരാണ്, 1 ആണ് അല്ലേ. അപ്പോൾ കോമൺ നമ്പർ ആരാണോ അയാളെ നമ്മൾ ബേസ് ആക്കി വെച്ചോണ്ട് എന്ത് ചെയ്യുക, ഒന്നുകിൽ ക്ലോക്ക് വൈസ് ഓർഡർ എഴുതുക, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. തൽക്കാലം ഇവിടെ ക്ലോക്ക് വൈസ് ഓർഡർ എഴുതുകയാണ്. അപ്പോൾ ഫസ്റ്റ് വ്യൂ നമുക്ക് എഴുതാം 1, 3, 6 ഉണ്ട്, 1, 3, 6 കിട്ടും അല്ലേ. 1, 3, 6. ഓക്കെ, അടുത്തതിനകത്ത് 1, 2 നല്ലേ, 1, 2, 4. അപ്പം പറയാൻ സാധിക്കും ഉറപ്പായിട്ടും 3ന്റെ ഓപ്പോസിറ്റ് ഇവിടെ 2 ആയിരിക്കും അല്ലേ. അതുപോലെ 6ന്റെ ഓപ്പോസിറ്റ് ഉറപ്പായിട്ടും 4 വരും. പിന്നെ ബാക്കി മിച്ചമുള്ള 1ന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, ബാക്കി മിച്ചമുള്ള 1ന്റെ ഓപ്പോസിറ്റ് ഉണ്ടോ 5 കേട്ടോ, റിമൈനിങ് ആയിട്ട് വരുന്ന 5 എന്ന് കിട്ടും. ഓക്കെ, ഉത്തരം എന്താണ്, ഓപ്ഷൻ ബി. സോറി, അതെ നമ്മുടെ ചോദ്യം 5 അല്ലേ, നമ്മൾ 5ന്റെ ഓപ്പോസിറ്റ് ചോദ്യം അല്ലേ. ഉറപ്പായിട്ടുണ്ടോ 5ന്റെ ഓപ്പോസിറ്റ് 1 കിട്ടല്ലേ, 5ന്റെ ഓപ്പോസിറ്റ് 1 കിട്ടി, ഉറപ്പായിട്ട് നമുക്ക് എന്ത് കിട്ടും, ഓപ്ഷൻ ബി ഉത്തരം അല്ലേ 1 ആണ്. ക്ലിയർ ആണെന്ന് കരുതുന്നു, കുഴപ്പമൊന്നുമില്ല, വളരെ സിമ്പിൾ അല്ലേ. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 3 കമ്പയർ ചെയ്യാം, അവിടെ നിങ്ങൾക്ക് വേണം 2 3 കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ 1 3 കമ്പയർ ചെയ്യാം. തൽക്കാലം 2 3 കമ്പയർ കാണാം, ഇതുകൂടെ ചെയ്ത് കാണിച്ചു തരാം. 2 and 3 കൂടെ കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, 2 and 3 കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ 2 and 3 കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഓക്കെ അവിടെ കോമൺ ആരുള്ളത്, 2 and 3 കമ്പയർ 4 ആണ് കോമൺ അല്ലേ. ഇപ്പോൾ 4 കോമൺ ആണ്, നിങ്ങൾ എന്ത് ചെയ്യാം, കോമൺ നമ്പർ ആരാണോ അല്ലേ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്
കേസ് നമ്പർ, കുഞ്ഞുങ്ങൾ കേസ് നമ്പർ 2 അല്ലേ? കേസ് നമ്പർ 2 ആണ്. 1 ഫേസ് കോമൺ അല്ലേ? അപ്പോൾ കോമൺ നമ്പർ ആരാണോ അയാളെ ബേസ് ആക്കി നമുക്ക് എന്ത് ചെയ്യാം? ക്ലൂ ഉണ്ടോ? ക്ലോക്ക് വൈസ് ഓർഡർ എഴുതാം. അപ്പോൾ ഫസ്റ്റ് 2 നിന്ന് വരും 4 1 2 എന്ന് കിട്ടും. അടുത്തത് എന്താണ്? 4 5 3 ഉണ്ടോ? ഇവിടെ നിന്ന് കിട്ടിയുണ്ടോ? അതെ, 1ന്റെ ഓപ്പോസിറ്റ് 5 തന്നെ കണ്ടോ? അതുപോലെ 2ന്റെ ഓപ്പോസിറ്റ് ഉണ്ടോ? 3, 2ന്റെ ഓപ്പോസിറ്റ് 3 തന്നെ കിട്ടി കണ്ടോ? അതുപോലെ 4ന്റെ ഓപ്പോസിറ്റ് ബാക്കി മിച്ചമുള്ള ആരായിരിക്കും? 6 ആയിരിക്കും കേട്ടോ. 4ന്റെ ഓപ്പോസിറ്റ് 6 ഉണ്ടോ? വളരെ സിമ്പിളാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ വെച്ച് കമ്പയർ ചെയ്താലും നമ്മുടെ ഉത്തരം കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മാക്സിമം ക്വസ്റ്റ്യൻസ് ഈ ഒരു രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ക്ലിയർ ആണെന്ന് കരുതുന്നു. മുന്നോട്ട് പോകാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ഇൻ ദ ഗിവൺ ക്യൂബ് വിച്ച് കളർ ഈസ് ഓപ്പോസിറ്റ് ബ്ലൂ? ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ്, കുഞ്ഞുങ്ങൾ ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് ആരാണ്? അതായത് ബ്ലൂ എന്ന് പറയുന്ന ഫേസിൻ്റെ ഓപ്പോസിറ്റ് ഫേസ് ആര് വരുന്നു അല്ലേ? ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് ഫേസ് ആരാണ് എന്നാണ് ചോദിച്ചത് അല്ലേ? ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് ഫേസ് അല്ലേ? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ശരി. ഇവിടെ എന്താണ് സെയിം ക്യൂബിൻ്റെ തന്നെ നാല് വ്യത്യസ്ത വ്യൂസ് അല്ലെ? 4 ഡിഫറെൻറ്റ് വ്യൂസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ 4 ഡിഫറെൻറ്റ് പൊസിഷൻസ് ആണല്ലേ? ഇവിടെ 4 ഡിഫറെൻറ്റ് പൊസിഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എപ്പോഴും ചെയ്യുമ്പോൾ ഏതെങ്കിലും രണ്ട് ആൾക്കാരെ വെച്ച് മാത്രം കമ്പയർ ചെയ്യാം അല്ലേ? അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ഉറപ്പായിട്ടും ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ 1 and 2 കമ്പയർ ചെയ്യുക. 1 and 2 കമ്പയർ ചെയ്യുന്നു. 1 and 2 കമ്പയർ ചെയ്യുന്നു. ഓക്കെ, 1 and 2 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രത്യേകത? ആരുടെ ഇവിടെ ഗ്രീനും കണ്ടോ? ഗ്രീനും റെഡും ഉണ്ട്. ഇവിടെയും ഗ്രീനും റെഡും ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് ആക്ച്വലി 1 and 2 കമ്പയർ ചെയ്ത് നമ്മുടെ കേസ് നമ്പർ 3 വരും അല്ലേ? കേസ് നമ്പർ 3 അല്ലേ? അതായത് എന്താണ്? 2 ഫേസ്, കുഞ്ഞുങ്ങളെ 2 ഫേസ് കോമൺ ആണെങ്കിൽ അല്ലേ? 2 ഫേസ് കോമൺ പഠിച്ചാണല്ലോ. 2 ഫേസ് കോമൺ ഉറപ്പായിട്ടും എന്താണ്? ഉറപ്പായിട്ടും ബാക്കി മിച്ചം വരുന്ന ബാക്കി ആ 2 വ്യൂസിലും ബാക്കി മിച്ചം വരുന്ന ആൾക്കാർ ആരൊക്കെയാണോ അവർ എന്തായിരിക്കും? ഓപ്പോസിറ്റ്. ഇവിടുത്തെ യെല്ലോയും ഇവിടുത്തെ ബ്ലൂവും ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ? 2 ഫേസ് കോമൺ ആണെങ്കിൽ ബാക്കി മിച്ചം വരുന്ന ആൾക്കാരല്ലേ? അത് യെല്ലോയ്ക്ക് ഓപ്പോസിറ്റ് ആര് വരും? ഉറപ്പായിട്ടും കുഞ്ഞുങ്ങളെ അത് ബ്ലൂ ആട്ടോ. ബ്ലൂ ആണ്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ? ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അത് കിട്ടി, യെല്ലോ കിട്ടി കണ്ടോ? ഓപ്ഷൻ ഡി യെല്ലോ. ഇത്രയേ ഉള്ളൂ. അത് വേറെ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നന്നായിട്ട് നോക്കി ചെയ്യുക. അപ്പോൾ അത് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നമുക്കെന്ന് ചോദിക്കുന്നതാണ് ഏതെങ്കിലും ഒരു ഓപ്പോസിറ്റ് ഫേസിൻ്റെ ഏതെങ്കിലും ഒരു ഫേസിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ? ഏതെങ്കിലും ഒരു ഫേസിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറഞ്ഞാൽ കേസ് നമ്പർ 3 ഒപ്പിക്കാൻ പറ്റും. കേസ് നമ്പർ 3 യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം. മിച്ചം വരുന്ന 2 ആൾക്കാർ കൺഫേം ആയിട്ട് ഓപ്പോസിറ്റ് ഫേസുകളാണ് അല്ലേ? അപ്പോൾ കേസ് നമ്പർ 3 യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം അതാണല്ലേ? അപ്പോൾ 1 and 2 കമ്പയർ അങ്ങനെ കിട്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതുവരെ ആരെ വെച്ച് കമ്പയർ നമുക്ക് ഇതാണ് ഉത്തരം ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, വേണമെങ്കിലും പറയാം. ഓക്കെ, നമുക്ക് കണ്ടോ 3 and 4 ആണ്. നമുക്ക് 3 and 4 കമ്പയർ ചെയ്യാം. 3 and 4 കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അവിടെ നോക്കി ബ്ലൂ, വയലറ്റ്, റെഡ്, യെല്ലോ. ഓക്കെ, ഇവിടെ കണ്ടോ? ഇവിടെ വയലറ്റ് റെഡ് ഉണ്ട്. വയലറ്റ് റെഡ്, ഇവിടെയും വയലറ്റ് റെഡ് ഉണ്ടോ? ഇവിടെയും എന്താണ്? നമ്മുടെ കേസ് നമ്പർ 2 തന്നെ വരും. കേസ് നമ്പർ 3 തന്നെ വരും. 2 ഫേസ് കോമൺ കണ്ടോ? വീണ്ടും പറയാൻ പറ്റും ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട് യെല്ലോ. ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് യെല്ലോ തന്നെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കേസ് നമ്പർ 2 നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ. കേസ് നമ്പർ 2 ആണെങ്കിൽ നമുക്ക് എല്ലാ ഓപ്പോസിറ്റ്സും കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. തൽക്കാലം കണ്ടോ അവിടെ ഞാൻ 1 and 3 കമ്പയർ ചെയ്യണം. ഓക്കെ, 1 and 3 കമ്പയർ ചെയ്യണം കേട്ടോ. 1 and 3 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ 1 and 3 കമ്പയർ ചെയ്യുമ്പോൾ വേറെ ഇംഗ്ലീഷ് എഴുതാം. ഓക്കെ, 1 and 3 കമ്പയർ ചെയ്യുമ്പോൾ കോമൺ ആരുണ്ട്? ഇവിടെ കണ്ടോ? ഇവിടെ റെഡ് ഉണ്ട്. ഇവിടെ കോമൺ. ഇവിടെയും കണ്ടോ? ഇവിടെ റെഡ് ഉണ്ടല്ലേ? 1 and 3 കമ്പയർ ചെയ്യുമ്പോൾ റെഡ് മാത്രമേ കോമൺ അല്ലേ? അപ്പോൾ കോമൺ ആരാണോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ ക്ലോക്ക് വൈസ് ഓർഡർ എഴുതുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഓർഡർ എഴുതാം. ഓക്കെ, തൽക്കാലം ക്ലോക്ക് വൈസ് ഓർഡർ എഴുതി കഴിഞ്ഞാൽ ഓക്കെ എന്ത് വരും? ഫസ്റ്റ് ഇതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും? റെഡ് അല്ലേ? റെഡ്, യെല്ലോ. ഓക്കെ, യെല്ലോ ഗ്രീൻ. ഓക്കെ, യെല്ലോ ഗ്രീൻ ആണ്. അടുത്ത മൂന്നാമത്തെ എന്ന് പറയാൻ പറ്റും റെഡ് കണ്ടോ? റെഡ്, ബ്ലൂ, പിന്നെ ആരാണ്? വയലറ്റ് ഉണ്ടോ? വയലറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് യെല്ലോയ്ക്ക് ഓപ്പോസിറ്റ് ഉണ്ടോ? ബ്ലൂ തന്നെ, കുഞ്ഞുങ്ങൾ ബ്ലൂ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണം ചെയ്തെടുക്കാം. സംഭവം ഉണ്ട്, വളരെ എളുപ്പമാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ക്വസ്റ്റ്യൻസ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. കാര്യം പക്കയായിട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. നമുക്കൊരു 3 ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഇതൊരു ടൈപ്പില്ല, നമുക്കൊരു 3 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം. വേഗം ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 7 ഏതാണ്? ക്വസ്റ്റ്യൻ നോക്കിയോ. Of a cubical container, all the 6 faces have different markings indicating the portions of the equipment packed inside. Okay, സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഒരു സെൻറ്റൻസ് ആവശ്യമില്ല നമുക്ക്. ഇത്ര നമുക്ക് വേണ്ട. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് സിമ്പിൾ ഈസ് ഓപ്പോസിറ്റ് ദ ഫേസ് ഹാവിങ് സി? കണ്ടോ? സിയുടെ ഓപ്പോസിറ്റ്. നമ്മുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ. സിയുടെ ഓപ്പോസിറ്റ് ഫേസ് ആരാണ് എന്നാണ് കുഞ്ഞുങ്ങളെ നമ്മുടെ ചോദ്യം. കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ചോദ്യം. സിയുടെ ഓപ്പോസിറ്റ് ആരാണ്? അപ്പോൾ നോക്കിക്കോളൂ. അപ്പോൾ നോക്കുക.
അപ്പോൾ നോക്കുക, അപ്പം സിയുടെ ഓപ്പോസിറ്റ്, അപ്പോൾ സി ഉള്ള ഫേസ് നമ്മൾ ഇവിടെയുണ്ട് അല്ലേ. അപ്പോൾ ഈ സിയുടെ കൂടെ നമുക്ക് ഇവിടെ ആക്ച്വലി ഉണ്ടാവും മൊത്തം 4 ഡിഫറെൻറ്റ് വ്യൂസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ 4 ഡിഫറെൻറ്റ് വ്യൂസ് നമ്മുടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ 2 വെച്ച് മാത്രം കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഈ സിയുടെ കൂടെ ആരുണ്ട്, എക്സും ഉണ്ട് എയും ഉണ്ട് അല്ലേ, എക്സും എയും ഉണ്ട് അല്ലേ. അപ്പോൾ എ വരുന്ന ഫിഗർ എ വരുന്ന ഒരു ഫിഗേഴ്സ് ആക്ച്വലി ഇവിടെ ഇല്ല. തൽക്കാലം ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതെടുക്കാം. ഈ സിയുടെ കൂടെ എക്സും വൈയും ഉണ്ട്. ഫസ്റ്റിലും കണ്ടോ എക്സും വൈ കണ്ടോ, ഇവിടെ എക്സ് വൈ കണ്ടോ, ഇത് എക്സ് വൈ കണ്ടോ, എക്സ് വൈ ക്ലിയർ അല്ലേ. സിയുടെ കൂടെ എക്സ് വൈ, ഓക്കെ, സിയുടെ കൂടെ എക്സ് വൈ ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കേസ് നമ്പർ 3 കണ്ടോ, കേസ് നമ്പർ 3 യൂസ് ചെയ്യാം. ടു ഫേസ് കോമൺ അല്ലേ. 2 ഫേസ് കോമൺ ആണെങ്കിൽ അല്ലേ, ഇവിടെ നമ്മൾ എന്തൊക്കെ വെച്ച് കമ്പയർ ചെയ്തു, 1 and 4 വെച്ച് കമ്പയർ ചെയ്തപ്പോൾ അല്ലേ, 1 and 4 വെച്ച് കമ്പയർ ചെയ്തപ്പോൾ 2 ഫേസ് കോമൺ ആണ്. ഉറപ്പായിട്ടും പറയാൻ പറ്റും. അതായത് എക്സും വൈയും രണ്ടിടത്തും എക്സും വൈ, കുഞ്ഞുങ്ങളെ എക്സും വൈയും കോമൺ അല്ലേ, എക്സും വൈയും കോമൺ ആണല്ലേ. എക്സും വൈയും കോമൺ ആണെങ്കിൽ ഉറപ്പായിട്ടും എന്താണ്, എക്സും വൈയും കോമൺ ആണെങ്കിൽ ഉറപ്പായിട്ടും മിച്ചം വരുന്ന അല്ലേ 2 പേര്, അതായത് സിയുടെ ഓപ്പോസിറ്റ്, കുഞ്ഞുങ്ങളെ സിയുടെ ഓപ്പോസിറ്റ് ആര് വരും, ഇസഡ് വരും അല്ലേ, ഇസഡ് വരും. ഉറപ്പായിട്ടും എന്താണ് ഓപ്ഷൻ എ ഇസഡ് അല്ലേ. 1 and 4 കമ്പയർ ചെയ്തപ്പോൾ കണ്ടോ എന്ത് കിട്ടി നമുക്ക്, 2 ഫേസ് കോമൺ ആണെങ്കിൽ ബാക്കി മിച്ചം വരുന്ന സിയും ഇസഡും ഓപ്പോസിറ്റ് ഫേസ് ആണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. വളരെ സിമ്പിൾ അല്ലേ. മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. ഓക്കെ, ക്വസ്റ്റ്യൻ ഉണ്ടോ, 4 portions of a cube are shown below. Which symbol is opposite face having triangle? ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ്, കുഞ്ഞുങ്ങളെ ഈ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് ആണ്, ട്രയാങ്കിൾ ഉള്ള സിമ്പിളിന്റെ ഓപ്പോസിറ്റ് ഫേസ് ആണ് നമ്മുടെ ചോദ്യം അല്ലേ. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ഇവിടെ ഉണ്ട്, ഇവിടെ ഈ തേർഡ് ഫിഗർ നമ്മൾ 1 2 3 ഓക്കെ 4 വ്യൂസ് കാണിക്കുന്നുണ്ട്. അത് ട്രയാങ്കിൾ ഉള്ള തേർഡ് ഫിഗറിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ ആരുണ്ട്, ഡിവിഷൻ സിമ്പിളും ഉണ്ട്, അഡീഷൻ സിമ്പിളും ഉണ്ട്. 4ലും കണ്ടോ ഡിവിഷൻ സിമ്പിളും അഡീഷൻ സിമ്പിളും. ഉറപ്പായിട്ടും പറയാൻ പറ്റും ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് ആരാ കുഞ്ഞുങ്ങളെ, ബാക്കി ട്രയാങ്കിൾ. അത് നമ്മുടെ കേസ് നമ്പർ ആരാ, കേസ് നമ്പർ 3 അല്ലേ. 2 ഫേസ് കോമൺ നമ്മൾ കേസ് നമ്പർ 3 അല്ലേ. ഉറപ്പായും ട്രയാങ്കിൾ ഓപ്പോസിറ്റ് ആണ്, സർക്കിൾ ആണ്. ഉറപ്പായിട്ടും എന്തൊരു ഓപ്ഷൻ 3 ആണ് കുഞ്ഞുങ്ങൾ നമ്മുടെ ഉത്തരം. കണ്ടോ, ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് ഉറപ്പായിട്ടും സർക്കിൾ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ കണ്ടോ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ അത് നമുക്കൊരു മാക്സിമം ഒരു 5 സെക്കൻഡ്സ് മതിയാകും കേട്ടോ, 5 സെക്കൻഡ്സ് മതിയാകും. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡ്രീം NTPC ബാച്ച് ഒക്ടോബർ 2 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. NTPCക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളുടെയും ഓറിയന്റേഷൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോസ് എല്ലാം പോയി കാണുക. നമ്മുടെ ഡ്രീം ബാച്ചിന്റെ ഭാഗമായിട്ട് 1 month ഫ്രീ ട്രയൽ നമ്മൾ യൂട്യൂബിൽ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഡെയിലി ബേസിസിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ ടെസ്റ്റുകൾ നമ്മുടെ ആപ്പിൽ ലഭ്യമായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ ടെസ്റ്റുകൾ ഡെയിലി അറ്റൻഡ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ അതുപോലെ തന്നെ ടെസ്റ്റുകൾ എന്നുള്ളതിന് ഒരു ഷെഡ്യൂൾ, 1 week ഷെഡ്യൂൾ, ആദ്യത്തെ ഒരാഴ്ചത്തെ ഷെഡ്യൂൾ നമ്മൾ നമ്മുടെ ചാനലിൽ, ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഷെഡ്യൂൾ എടുത്തു വെച്ച് നോക്കുക. ഇപ്പോഴും ആപ്പ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പല കുട്ടികൾക്കും അറിയില്ല. അതിനുവേണ്ടി ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ടെലഗ്രാം ചാനലിലും നമ്മൾ ആ വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡെയിലി ബേസിസിൽ 1 month ഫ്രീ ട്രയലിന്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ ക്ലാസ്സുകളും യൂട്യൂബിൽ ലഭ്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്ലാസ്സുകളെല്ലാം കാണുക, വിലയിരുത്തുക, തീരുമാനിക്കുക. ഓക്കെ, മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കി എന്താ പറയുന്നത്. If the difference between the number of dots on the opposite faces is 3. ആ സെന്റൻസ് ആണ് ആക്ച്വലി ഇവിടുത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആണോ. ക്വസ്റ്റ്യൻ നോക്കി, if the difference between the number of dots on the opposite face is 3 എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ, എന്താണ്, അതായത് ഓപ്പോസിറ്റ് ഫേസുകൾ വരുന്ന ഡോട്ടുകളുടെ, ഓക്കെ, അത് എത്ര ഓർത്താണ്, ഓപ്പോസിറ്റ് ഫേസുകൾ വരുന്ന നമ്പേഴ്സ്. ഓക്കെ, ആ നമ്പേഴ്സുകളുടെ ഡിഫറൻസ് ഈസ് 3 ആണോ, ഡിഫറൻസ് ആണ് 3 കണ്ടോ, ഡിഫറൻസ് അല്ലേ. ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഓൺ ദ ഓപ്പോസിറ്റ് ഫേസസ് ഈസ് 3 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഫേസുകളിലുള്ള ഡോട്ടുകളുടെ, ഓക്കെ, ഡോട്ട്സിന്റെ വ്യത്യാസം 3 ആണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഫേസ് നമ്പേഴ്സുകളുടെ വ്യത്യാസം 3 ആണ് അല്ലേ. ഓപ്പോസിറ്റ് ഫേസുകളുടെ വ്യത്യാസം 3 ആകണം എന്നുണ്ടെങ്കിൽ ആ ഓപ്പോസിറ്റ് ഫേസ് ആരൊക്കെയാണ് ആക്ച്വലി ആലോചിച്ച് നോക്കിയേ. ഓപ്പോസിറ്റ് ഫേസ് എടുക്കുമ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസം 3 വരണം. അതിൻ്റെ അർത്ഥം ഉറപ്പായിട്ടും 6 എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഓപ്പോസിറ്റ് ആര് വരണം, 3 വന്നാൽ മാത്രമേ അവർ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ 3 കിട്ടത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായോ, ക്വസ്റ്റ്യൻ മനസ്സിലായോ. ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഓൺ ദ
ഓപ്പോസിറ്റ് ഫേസസ്, അതായത് ഓപ്പോസിറ്റ് ഫേസുകളുള്ള ഡോട്ടുകൾ, ഇവിടെ ഫിഗറിൽ ഡോട്ടുകളാണ്, തൽക്കാലം അത് ഒഴിവാക്കിയിട്ട് ഞാൻ ആലോചിച്ചാൽ മതി. ഓപ്പോസിറ്റ് ഫേസുകളിൽ വരുന്ന നമ്പേഴ്സുകളുടെ വ്യത്യാസം, ഓക്കെ, ഓപ്പോസിറ്റ് ഫേസുകൾ വരുന്ന നമ്പേഴ്സുകളുടെ വ്യത്യാസം 3 ആയിരിക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ 6 എടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള വ്യത്യാസം, 6ന്റെ ഓപ്പോസിറ്റ് ആര് വരണം, 3 വന്നാൽ മാത്രമേ അവർ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് 3 എന്ന് കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ 5 എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഓപ്പോസിറ്റ് 2 വന്നാൽ മാത്രമേ അവർ തമ്മിലുള്ള വ്യത്യാസം 3 എന്ന് കിട്ടുള്ളൂ. അതുപോലെ 4 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് 1 വന്നാൽ മാത്രമേ അവർ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് 3 എന്ന് കിട്ടൂ. കിട്ടിയോ? അപ്പോൾ ഓപ്പോസിറ്റ് ഫേസ് ആയിരിക്കുകയാണ്. 6 3 ഓപ്പോസിറ്റ് ഫേസ് ആണ്, 5 2 ഓപ്പോസിറ്റ് ഫേസ് ആണ്, അതുപോലെ 4 1 കണ്ടോ, 4 1 ഓപ്പോസിറ്റ് ഫേസ്. നമുക്ക് എല്ലാ ഓപ്പോസിറ്റ് ഫേസുകൾ നമുക്ക് ആ ഒരു സെൻറ്റൻസിൽ നിന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഓൺ ദ ഓപ്പോസിറ്റ് ഫേസുകളുള്ള ഡോട്ടുകൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഫേസസ് ഉള്ള നമ്പേഴ്സുകളുടെ വ്യത്യാസം 3 ആണ്. അതിൻ്റെ അർത്ഥം ആ ഓപ്പോസിറ്റ് ഫേസുകൾ തമ്മിൽ നമ്പേഴ്സ് ഡിഫറൻസ് എടുത്താൽ 3 കിട്ടണം. അങ്ങനെയെങ്കിൽ 6ന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കണം? ഉറപ്പായിട്ട് 3 എടുത്താൽ മാത്രമേ വ്യത്യാസം 3 കിട്ടുള്ളൂ അല്ലേ? 5ന്റെ ഓപ്പോസിറ്റ് 2 ആകണം, എന്നാലും മാത്രമേ 5 - 2 3 കിട്ടുള്ളൂ. 4ന്റെ ഓപ്പോസിറ്റ് 1 ആയിരിക്കണം, എന്നാലും മാത്രമേ നമുക്ക് വ്യത്യാസം 3 കിട്ടൂ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാ ഓപ്പോസിറ്റ്സും കിട്ടിക്കഴിയും. ഓക്കെ, ഇനി അധികം ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്യണം. ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ വെച്ച് കമ്പയർ ചെയ്ത് സത്യം പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. ഓക്കെ, കാര്യം എന്താണ്? നമുക്ക് ഒറ്റയടിക്ക് ഓപ്ഷൻ 1 ഒഴിവാക്കാൻ പറ്റും, 2 ഒഴിവാക്കാൻ പറ്റും, 3 ഒഴിവാക്കാൻ പറ്റും. കാര്യം നോക്കി, ഇവിടെ ഡോട്ട്സ് ഉണ്ടോ? ഈ ഡോട്ട്സ് എത്ര ഉണ്ട്? ഇവിടെ മൊത്തം എല്ലാം കൂടെ 9 ഡോട്ട്സ് ഉണ്ട് അല്ലേ? ഇവിടെ ആക്ച്വലി എത്ര പേരുണ്ട്? ഇവിടെ ആക്ച്വലി 9 പേരുണ്ട്. ഇവിടെ ആക്ച്വലി എത്ര പേരുണ്ട്? ഇവിടെ ആക്ച്വലി 8 പേരുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഓൾറെഡി ഓപ്പോസിറ്റ് ഫേസുകൾ കിട്ടിക്കഴിഞ്ഞു അല്ലേ? ഓപ്പോസിറ്റ് ഫേസ് കിട്ടിക്കഴിഞ്ഞു. ആരൊക്കെയാണ്? 6ന്റെ ഓപ്പോസിറ്റ് 3, 5ന്റെ ഓപ്പോസിറ്റ് 2, 4ന്റെ ഓപ്പോസിറ്റ് 1 കിട്ടിക്കഴിഞ്ഞു അല്ലേ? അങ്ങനെയെങ്കിൽ ഒരു കാരണവശാലും അവിടെ 9 പറഞ്ഞ നമ്പർ എന്തെങ്കിലും വരുമോ? 9 വരുമോ? 8 വരുമോ? വരത്തില്ല. കാര്യം നമുക്കറിയാം, ഒരു ക്യൂബിനകത്ത് 1 തൊട്ട് 6 വരെ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. 9 കിട്ടുന്ന എന്തെങ്കിലും വരത്തില്ലേ? അപ്പോൾ നമുക്ക് അത് കാരണം ഒറ്റയടിക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി ഓപ്ഷൻ 1 2 3 ഒഴിവാക്കാൻ പറ്റും കേട്ടോ. കാര്യം 9 ഒന്നും ഒരു കാരണവശാലും ആ ക്യൂബിനകത്ത് വരത്തില്ല. പിന്നെ നമുക്ക് ഓപ്ഷൻ 4 എടുക്കാം. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഇവിടെ മൊത്തം 1 2 ഓക്കെ, ഇത് 6 പേരാണ് അല്ലേ? ഇവിടെ 5 പേരുണ്ട്, ഇവിടെ 4 പേരല്ലേ? അപ്പോൾ നോക്കി 6 5 4 ആ ക്യൂബിനകത്ത് വരുന്ന നമ്പേഴ്സ് ആരൊക്കെയാണ്? 6 5 4 അല്ലേ? ഇനി നോക്കുക, ഈ 6ഉം 5ഉം 4ഉം തമ്മിൽ ഓപ്പോസിറ്റ് ഫേസുകളാണോ? ആണോ? അല്ല. കാര്യം നോക്കിയേ, 6ന്റെ ഓപ്പോസിറ്റ് ആക്ച്വലി 3 ആണ് അല്ലേ? 5 4 അല്ല. 5ന്റെ ഓപ്പോസിറ്റ് ഇവിടെ 2 ആണ്, അവിടെയുള്ള 5 6 4 അല്ല. അത് 4ന്റെ ഓപ്പോസിറ്റ് 1 ആണ്, അല്ലാതെ 6 4 അല്ല, 6 5 അല്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ആക്ച്വലി നമ്മൾ കണ്ടുപിടിച്ച ഈ നമ്പേഴ്സുകൾ, അതായത് 6ഉം 5ഉം 4ഉം ആ 3 നമ്പേഴ്സുകൾ തമ്മിൽ ഓപ്പോസിറ്റ് ഫേസുകളല്ല. അല്ലെങ്കിൽ ആലോചിച്ചാൽ മതി, ആ 3 ആൾക്കാരും എന്താണ്? 3 ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളാണ് അല്ലേ? 6 5 ഉണ്ട്, 3 ഡിഫറെൻറ്റ് ഗ്രൂപ്പാണ്. അതായത് 6 5 4 തമ്മിൽ ഓപ്പോസിറ്റ് ഫേസുകളല്ല. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കറക്റ്റായിട്ട് വരുന്നൊരു ക്യൂബ് കേട്ടോ. ഓപ്ഷൻ 4 കുഞ്ഞുള്ള ഓപ്ഷൻ 4 തന്നെ കേട്ടോ. ഓപ്ഷൻ 4 തന്നെയാണ്. ഓക്കെ, അവർക്ക് ജസ്റ്റ് ഈ ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ക്യൂബ്സ് ആൻഡ് ഡൈസായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, എപ്പോഴും ആലോചിക്കുക. ഇത്രയേ ഉള്ളൂ. ഓപ്പോസിറ്റ് ഫേസുകൾ ഒരു കാരണവശാലും അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരത്തില്ല അല്ലേ? നമുക്കറിയാം. നമ്മൾ ഇവിടെ ആക്ച്വലി എന്താ കണ്ടുപിടിക്കുന്നത്? ക്യൂബിൻ്റെ കേസ് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? ആക്ച്വലി ഓപ്പോസിറ്റ് ഫേസ് നമ്മൾ ആക്ച്വലി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഓപ്പോസിറ്റ് ഫേസുകൾ ഒരു കാരണവശാലും അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരത്തേയില്ല അല്ലേ? അഡ്ജസ്റ്റൻ്റ് ആയിട്ട് എന്തായാലും വരത്തില്ല അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ച നമ്പേഴ്സ് 6ഉം 5ഉം 4ഉമാണ്. അപ്പോൾ ആ നമ്പേഴ്സ് ആക്ച്വലി തമ്മിൽ ഓപ്പോസിറ്റ് ഫേസുകൾ അല്ലാത്ത കാരണമാണ് അവരോട് അഡ്ജസ്റ്റൻ്റ് ഉണ്ടോ അവരെ അടുത്തെടുത്തിരിക്കുന്നത്. സെറ്റല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, സത്യം പറഞ്ഞാൽ ഇവിടെ ഓപ്ഷൻസ് ഇങ്ങനെയല്ല, കുറച്ചും കൂടെ അത്യാവശ്യം സ്റ്റാൻഡായിട്ട് വരണമായിരുന്നല്ലോ. ഓപ്ഷൻസ് ആക്ച്വലി ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു 3 ഓപ്ഷൻ ഞാൻ വരയ്ക്കാം, നോക്കിക്കോളൂ. അവിടെ ഇങ്ങനെയൊക്കെ വരണമായിരുന്നു ഫിഗർ. അങ്ങനെ നമുക്ക് ഒരു ചെറിയ കൺഫ്യൂഷനൊക്കെ വന്നേനെ അല്ലേ? ഓക്കെ, ഇപ്പോൾ ഇവിടെ ആക്ച്വലി നമുക്ക് 1 2 3 4 5 6 ഒക്കെ 6 ഡോട്ട് ഇവിടെ കൊടുത്തു. ഇവിടെ നമുക്ക് 1 2 3 4 കൊടുത്തു. ഇവിടെ ഞാൻ തൽക്കാലം 1 2 3 ഓക്കെ 3 കൊടുത്തു. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, 3 കൊടുത്തു. ഓക്കെ, ഇത് ഓപ്ഷൻ 1. ഈ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് പോസിബിൾ ആയിട്ട് ഓപ്ഷൻ ആണോ? നോക്കിക്കേ. ഓക്കെ, ഇവിടെ ഏതൊക്കെ ഡോട്ട്സ് ഉണ്ട്? ഇവിടെ 6 ഉണ്ട് അല്ലേ? ഇവിടെ 4 ഉണ്ട്, ഇവിടെ 3 ഉണ്ടല്ലേ? ഇപ്പോൾ നോക്കുക, ഇവിടെ 6 3 ഉണ്ട്, 6 3 4 നമുക്കറിയാം. ആക്ച്വലി 6 3 എന്താണ്? ആക്ച്വലി അവർ ഓപ്പോസിറ്റ് ഫേസുകളാണ്. ഒരു കാരണവശാലും ഇവർ അടുത്ത അഡ്ജസ്റ്റൻ്റ് ആയിട്ട് കുഞ്ഞുങ്ങൾ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കാൻ പാടില്ല അല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും ഈ ഓപ്ഷൻ 1 ഇവിടെ തെറ്റാണ്. കാരണം അതൊരു ക്യൂബ് എന്തായാലും വരത്തില്ല. നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ച ക്യൂബിനകത്ത് 6 3 ആക്ച്വലി ഓപ്പോസിറ്റ് ഫേസ് ആണ്.
ഒരു കാരണവശാലും അഡ്ജസ്റ്റൻ്റ് വരാൻ പാടില്ല. അങ്ങനെ ഈ വരച്ച ഓപ്ഷൻ തെറ്റാണ് അല്ലേ. അഡ്ജസ്റ്റൻ്റ് ഫേസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഫേസുകൾ ഒരു കാരണവശാലും അഡ്ജസ്റ്റൻ്റ് ആയിട്ട് അടുത്തടുത്ത് വരാൻ പാടില്ല. ഒന്നുകൂടെ വരയ്ക്കാം. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ കൊടുക്കുകയാണ്, നോക്കിക്കോളൂ. ഓക്കെ, 1 2 3 4. ഓക്കെ, ഇവിടെ 5 ഡോട്ട്സ് ഉണ്ട്, ഇവിടെ 4 ഡോട്ടുണ്ട്, ഇവിടെ ഓക്കെ ഇവിടെ 3 ഡോട്ട്. ഓക്കെ, 3 ഡോട്ട്. ഓക്കെ, ഇത് കറക്റ്റായിട്ടൊരു ക്യൂബാണോ? നോക്കിയേ, ക്യൂബായിരിക്കുമോ? ക്യൂബായിരിക്കുമോ? ഓക്കെ, 4 5 3. ഓക്കെ, 4 5 3. ഇത് പോസിബിളായിട്ട് ക്യൂബാണോ? ഓക്കെ, നമ്പേഴ്സ് നോക്കി, ഇത് 5 ആണ്, ഇയാൾ 4 ആണ്, ഇയാൾ 3 ആണ്. ഓക്കെ, ഇത് കറക്റ്റ് ക്യൂബായിരിക്കുമോ? ആണല്ലോ, ഉറപ്പല്ലേ. കാര്യം എന്താണ്? ഈ വരച്ച 6 ഓക്കെ, 5 4 3. ഈ 3 നമ്പേഴ്സ് ഉണ്ടോ? 5 4 3. ഈ 3 നമ്പേഴ്സ് തമ്മിൽ ഓപ്പോസിറ്റ് ഫേസുകളല്ല. അതിൻ്റെ അർത്ഥം അവർക്ക് 3 പേർക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കാം അല്ല. അങ്ങനെ ഉറപ്പായിട്ട് നമുക്ക് ഓപ്ഷൻ ടു കറക്റ്റായിട്ടുള്ള ഉത്തരമായിരിക്കും അല്ലേ. 5ഉം 4ഉം 3ഉം തമ്മിൽ ഓപ്പോസിറ്റ് ഫേസുകളല്ല അല്ലേ. അങ്ങനെ ഉറപ്പായിട്ടും 5നും 4നും 3നും ഉറപ്പായിട്ട് അഡ്ജസ്റ്റ് ആയിട്ടിരിക്കാം, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ആയിട്ടിരിക്കാമല്ലോ അല്ലേ. അപ്പോൾ ഉറപ്പായിട്ട് ഓപ്ഷൻ 2 ഈ വരച്ച ഫിഗർ പോസിബിളായിട്ടൊരു ക്യൂബാണ്. ഒന്നുകൂടെ വരയ്ക്കാം. തേർഡ് ഫിഗർ വരച്ചു, നോക്കിയോളൂ. ഇത് കറക്റ്റായിട്ട് ക്യൂബായിരിക്കുമോ? ഓക്കെ, ക്യൂബായിരിക്കുമോ? ഓക്കെ, ഇവിടെ നമ്പേഴ്സ് ആരൊക്കെയാണ്? ഇയാൾ 5 ഉണ്ട്, ഇയാൾ 1 ഉണ്ട്, ഇയാൾ 2 ഉണ്ടല്ലേ, 2 ഉണ്ട്. അപ്പോൾ പറ്റുമോ? ഇല്ല, എന്നാലും പറ്റില്ല. കാര്യം ഒന്നാണത്, ഈ 5ഉം 2ഉം ആക്ച്വലി എന്താണ്? തമ്മിൽ ഓപ്പോസിറ്റ് ഫേസുകളാണല്ലേ. വ്യത്യാസം 5 - 2 3 കിട്ടും അല്ലേ. ഒരു കാരണവശാലും 5ഉം 2ഉം അടുത്തത് അഡ്ജസ്റ്റൻ്റ് വരാൻ പാടില്ല അല്ലേ. കാരണം ഓപ്പോസിറ്റ് ഫേസ് ഒരു കാരണവശാലും അഡ്ജസ്റ്റ് വരാൻ പാടില്ല. അത് നമുക്ക് ഈ ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ആക്ച്വലി ഓപ്ഷൻസ് ആയിട്ട് വരേണ്ടിയിരുന്നത് കേട്ടോ. അപ്പോൾ ഫിഗർ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പൊതുവെ എളുപ്പം, കാരണം 9 8 കിടന്നാൽ നമുക്ക് ഉറപ്പിട്ട് ആ ഓപ്ഷൻ എല്ലാം ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫിഗർ പക്കയായിട്ട് നോക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മാക്സിമം ഓപ്ഷൻസ് കമ്പയർ ചെയ്ത് ഫാസ്റ്റായിട്ട് ചെയ്യുക, ട്രിക്സ് യൂസ് ചെയ്ത് പക്ക ഫാസ്റ്റായിട്ട് ചെയ്യുക. അനാവശ്യ സമയം കളയരുത്. പറ്റുമെങ്കിൽ നിങ്ങൾ എത്ര പേന ഒഴിവാക്കാൻ പറ്റിയാൽ അത്രയും ഏറ്റവും നല്ലത്. മാക്സിമം പേന ഒഴിവാക്കി മനസ്സിലായിട്ട് നോക്കി ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം. ആ ലെവലിലേക്ക് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുക. ശരി, മുന്നോട്ട് പോകാൻ. ക്വസ്റ്റ്യൻ നമ്പർ 10 വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ഡോട്ട്സ് ആർ ദെയർ ഓൺ ദ ഡൈസ് ഫേസ് ഓപ്പോസിറ്റ് ദ ഫേസ് വിത്ത് 1 ഡോട്ട് കേട്ടോ. അതായത് ഈ 1 ഡോട്ട് ഉള്ള ഫേസിന്റെ ഓപ്പോസിറ്റ് ആര് വരുന്നു അല്ലേ. How many dots are there on the dice face opposite the face with 1? അതായത് ആക്ച്വലി ഇത്രയേ ഉള്ളൂ, 1 അല്ല. 1ന്റെ ഓപ്പോസിറ്റ് ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ. ഓപ്പോസിറ്റ് ഫേസ് ആരാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് 4 വ്യത്യസ്ത വ്യൂസ്, 4 ഡിഫറെൻറ്റ് വ്യൂസ് നമ്മളെ കാണിച്ചിട്ടുണ്ട് അല്ലേ. 4 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും 2 ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുക, ഉത്തരം കണ്ടുപിടിക്കുക. ഓക്കെ, നമ്മുടെ 1ന്റെ ഓപ്പോസിറ്റ് ചോദ്യം. അങ്ങനെയെങ്കിൽ 1 and 2 കമ്പയറിൻ്റെ കാര്യമല്ലേ നോക്കുക. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട 1ന്റെ ഓപ്പോസിറ്റ് അല്ലേ. നമുക്ക് മാക്സിമം എന്ത് ചെയ്യുക? കേസ് നമ്പർ 3 പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം. കേസ് നമ്പർ 3 യൂസ് അതായത് 2 ഫേസ് കോമൺ ആണെന്നുണ്ടെങ്കിൽ അത് വെച്ച് വളരെ വേഗം നമുക്ക് 1ന്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ ഒരു കേസ് നമ്പർ 3 യൂസ് ചെയ്യാൻ പറ്റിയാൽ അതാണ് ഏറ്റവും എളുപ്പം. അത് ഇവിടെ ഉണ്ടോ എന്ന് അത് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഇതെവിടെ കണ്ടോ? ഈ 2 and 3 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, 2 and 3 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 5 അല്ലേ. ഇവിടെ 2, ഇവിടെ 5, ഇതിൻ്റെ കൂടെ 1 ആണ്, ഇവിടെ 3 കണ്ടോ. സോറി, ഇവിടെ 6 ഇവിടെ 6 ആണ് അല്ലേ, 6 ആണ്. അപ്പോൾ നമ്മൾ 2 ഫേസ് കോമൺ ഉണ്ടല്ലേ. 2 and 3 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 2 and 3 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ നമുക്ക് കേസ് നമ്പർ 3 ഇവിടെ യൂസ് ചെയ്യാം. അതായത് 2 ഫേസ് കോമൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ബാക്കി മിച്ചം വരുന്നത് അല്ലേ. ഇവിടെ 2ഉം 5ഉം കോമൺ ഉണ്ട്, ഇവിടെ 2ഉം 5 കോമൺ ആണ്. ബാക്കി മിച്ചമുള്ള 1ന്റെ ഓപ്പോസിറ്റ് ആയിരിക്കണ്ടോ. 1ന്റെ ഓപ്പോസിറ്റ് 6 ആണ് നമ്മുടെ ചോദ്യം എന്നാണ്. 1ന്റെ ഓപ്പോസിറ്റ് 6 അല്ലേ. ഉറപ്പായിട്ടും കൊണ്ട് ഓപ്ഷൻ ഡി 6 ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം കേസ് നമ്പർ 3 യൂസ് ചെയ്യാൻ പറ്റുക, അങ്ങനെ ഏറ്റവും എളുപ്പം. നിങ്ങൾക്ക് അങ്ങനെ ഏത് ആൾക്കാരെ വെച്ചും കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും കേട്ടോ. 1 ഉം 4 കമ്പയർ ചെയ്യാം. 1 4 കമ്പയർ ചെയ്താൽ കേട്ടോ, 1 and 4 കമ്പയർ ചെയ്താലും കേട്ടോ, 1 and 4 കമ്പയർ ചെയ്താലും ഉത്തരം അത് തന്നെ കിട്ടും അല്ലേ. ഇവിടെ 2 ഉണ്ടോ, 2ഉം 3ഉം ഉണ്ട്, ഇവിടെ 2ഉം 3ഉം ഉണ്ടല്ലേ. ബാക്കി മിച്ചമുള്ള 1 മാറും. ഉറപ്പായിട്ടും 1ന്റെ ഓപ്പോസിറ്റ് ഉണ്ട്, 6 തന്നെ കിട്ടും. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളാണ്. മുന്നോട്ട് പോകാം. ശരി കുഞ്ഞുങ്ങളെ,
Question number 11. Question again. 3 portions of a cube are shown below. Okay, 3 cubes are shown below. Which symbol will come on the two faces marked 1 and 2? Which symbol will come on the two faces marked 1 and 2? അതായത് 1-ൻ്റെയും 2-ൻ്റെയും ഈ 1-ൻ്റെയും 2-ൻ്റെയും സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള സിമ്പിൾസ് ആരാണ് നമ്മുടെ ചോദ്യം അല്ലേ? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് സെയിം ക്യൂബിൻ്റെ തന്നെ മൂന്ന് വ്യത്യസ്ത വ്യൂസ് ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലേ? കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ 3 വ്യത്യസ്ത വ്യൂ നമ്മൾ വെച്ചാൽ എന്ത് ചെയ്യണം, ഉറപ്പായിട്ട് നമുക്കറിയാം നമുക്കൊരു ക്യൂബിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടി നമ്മൾ എന്താ ബേസിൽ കണ്ടുപിടിക്കേണ്ടത്, ഉറപ്പായിട്ട് ഓപ്പോസിറ്റ് ഫേസ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ നമുക്ക് ഇവിടെയുള്ള ഓപ്പോസിറ്റ് ഫേസുകളെല്ലാം കണ്ടുപിടിക്കുക. ഓക്കെ, ഓപ്പോസിറ്റ് ഫേസ് എല്ലാം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്താ ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്, ഈ 1-ൻ്റെ 2-ൻ്റെ സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള സിമ്പിൾസ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഫിഗർ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ട് ഇവിടുത്തെ എല്ലാ ഓപ്പോസിറ്റ് ഫേസും കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം 1 and 2 ഓക്കെ 1 and 2 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 1 and 2 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ആരുണ്ട്, ഇവിടെ തീറ്റയുണ്ട്, ഇവിടെ തീറ്റയുണ്ട്, ഇവിടെയും തീറ്റയുണ്ട്. അപ്പോൾ കോമൺ സിമ്പിൾ ആരാണോ അയാളെ ബേസ് ആക്കി വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് ഓർഡർ എഴുതുക, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഓർഡർ എഴുതുക. ഓക്കെ, ഇപ്പോൾ ക്ലോക്ക് വൈസ് ഓർഡർ എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തീറ്റ. ഓക്കെ, ഫസ്റ്റ് നിന്ന് തീറ്റ എടുക്കാം, അടുത്ത തീറ്റ കഴിഞ്ഞ് ബീറ്റ വരും, പിന്നെ ആരാണ് ആൽഫ. ഓക്കെ, ആൽഫ വരും. ഓക്കെ, ഫസ്റ്റ് വ്യൂ തീറ്റ ബീറ്റ ആൽഫ. ഓക്കെ, സെക്കൻഡ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ ആരാണ്, തീറ്റയാണ് കോമൺ, തീറ്റ സ്റ്റാർട്ട് ചെയ്യണം, തീറ്റ അടുത്ത ആരാണ്, ഓക്കെ സൈ പിന്നെ ഓക്കെ ഗാമ കിട്ടി. അപ്പോൾ നമുക്ക് ചെയ്യണ്ടോ എല്ലാ ഓപ്പോസിറ്റും കിട്ടില്ലേ? അതായത് ഉറപ്പായിട്ടും ഓക്കെ ബീറ്റയുടെ ഓപ്പോസിറ്റ് ആരാണ്, സൈ ആണ്. അടുത്ത ആൽഫയുടെ ഓപ്പോസിറ്റ് എന്ത് കിട്ടി, ഗാമ കിട്ടി. ബാക്കി മിച്ചമുള്ള തീറ്റയുടെ ഓപ്പോസിറ്റ് ആരായിരിക്കും, ആ ഒരു ഫിഗർ അത് മിച്ചമുള്ള ആരുണ്ട്, ഈ 5 മിച്ചമുണ്ടല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും എന്താണ് തീറ്റയുടെ ഓപ്പോസിറ്റ് 5 ആണ്. ഓക്കെ, 5 ആണ്. അപ്പോൾ നമുക്ക് എല്ലാ ഓപ്പോസിറ്റ് ഫേസും കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഓപ്പോസിറ്റ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ 1-ൻ്റെ 2-ൻ്റെ സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ള സിമ്പിൾസ്, ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിനകത്ത് ഇവിടെ ഇരിക്കുന്നതിന് ആരുണ്ട്, ഇവിടെ അല്ലേ സോറി ഇത് 5 ഇരിപ്പുണ്ടല്ലേ? 5 എന്ന് പറഞ്ഞ സിമ്പിൾ ഇരിപ്പുണ്ട് അല്ലേ? 5 ഇവിടെ ഇരിപ്പുണ്ടല്ലേ? അപ്പോൾ ഓർക്കുക, നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഓപ്പോസിറ്റ് ഫേസുകൾ ഒരു കാരണവശാലും അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരാൻ പാടില്ല അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചു 5യുടെ ഓപ്പോസിറ്റ് ആരാണ്, തീറ്റയാണ് ഓപ്പോസിറ്റ് അല്ലേ? 5യുടെ ഓപ്പോസിറ്റ് തീറ്റയാണ്. അങ്ങനെയെങ്കിൽ ഈ 1-ൻ്റെ 2-ൻ്റെ സ്ഥാനത്ത് തീറ്റ വരാൻ പാടില്ല. അത്രയല്ലേ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 5യുടെ ഓപ്പോസിറ്റ് ഉണ്ടോ, തീറ്റയുടെ ഓപ്പോസിറ്റ് 5 ആണ്. അപ്പം 5യുടെ ഓപ്പോസിറ്റ് തീറ്റ ഒരു കാരണവശാലും 1-ൻ്റെ 2-ൻ്റെ സ്ഥാനത്ത് വരാൻ പാടില്ല അല്ലേ? ഓപ്പോസിറ്റ് ഫേസുകൾ ഒരു കാരണവശാലും അഡ്ജസ്റ്റൻ്റ് വരാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ഈ 1-ൻ്റെ 2 സ്ഥാനത്ത് തീറ്റ വരാനേ പാടില്ല. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ 1 ഒഴിവാക്കാം. കാര്യം എന്താണ്, ഇവിടെ തീറ്റ കിടക്കുന്നു അല്ലേ? ഓപ്ഷൻ 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തീറ്റയും സൈയാണ് വരണ്ടല്ലേ? നമുക്കറിയാം തീറ്റയും ഫൈയും ഓപ്പോസിറ്റ് ഫേസ് ആണ്, ഒരു കാരണവശാലും അഡ്ജസ്റ്റൻ്റ് വരാൻ പാടില്ല. അത് നമുക്ക് ഓപ്ഷൻ 1 ഒഴിവാക്കാം. അതുപോലെ 3 ഒഴിവാക്കാം. ഓക്കെ, അതുപോലെ നമുക്ക് 3 ഒഴിവാക്കാം അല്ലേ? കാര്യം എന്താണ്, ഇവിടെയും ഒരു തീറ്റ കിടക്കുന്നു അല്ലേ? അതുപോലെ നമുക്ക് ഓപ്ഷൻ 4 ഒഴിവാക്കാം, അവിടെയും കുഞ്ഞുങ്ങളുടെ തീറ്റ ഉണ്ടല്ലേ? ബാക്കി മിച്ചമാരാണ് ഓപ്ഷൻ 2 അല്ലേ? ഓപ്ഷൻ 2 ആയിരിക്കും നമ്മുടെ ഉത്തരം, ആൽഫ ആൻഡ് ബീറ്റ അല്ലേ? അപ്പം ഇവിടെ നമുക്ക് ഒരാൾ ആൽഫ കൊടുക്കാം, ഒരാൾ ബീറ്റ കൊടുക്കാം അല്ലേ? ഇത് നോക്കുക, ഈ ആൽഫയും ബീറ്റയും തമ്മിൽ ഓപ്പോസിറ്റ് ഫേസുകളാണോ? ഓക്കെ, ആൽഫയും ബീറ്റയും കണ്ടോ, 2 വ്യത്യസ്ത ഗ്രൂപ്പാണ് അല്ലേ? ആൽഫയും ബീറ്റയും തമ്മിൽ ഓപ്പോസിറ്റ് ഫേസ് അല്ലാത്ത കാരണം ഉറപ്പായിട്ടും ഓപ്ഷൻ 2 നമുക്ക് പോസിബിൾ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പിടി കിട്ടിയല്ലോ? ഇത്രയേ ഉള്ളൂ. നമുക്ക് കുറഞ്ഞ ക്വസ്റ്റ്യൻ ഫിഗർ നമ്മൾ എന്ത് കണ്ടുപിടിക്കും, ഉറപ്പായിട്ടും എല്ലാ ഓപ്പോസിറ്റ് ഫേസും കണ്ടുപിടിക്കും. അപ്പം ഓർക്കുക, ക്യൂബിൻ്റെ കേസ് ആകുമ്പോൾ ഒരു കാരണവശാലും ഓപ്പോസിറ്റ് ഫേസുകൾ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരത്തില്ല. അതായത് ഒരു ഓപ്പോസിറ്റ് ഫേസുകൾ അല്ലേ? അതിപ്പോൾ ഇവിടെ 5 ഉള്ളത് കാരണം ഒരു കാരണവശാലും 1-ൻ്റെ 2-ൻ്റെ സ്ഥാനത്ത് ആര് വരാൻ പാടില്ല, തീറ്റ എന്തായാലും വരാൻ പാടില്ല. അത് കാരണം നമുക്ക് ഓപ്ഷൻ 1 ഒഴിവാക്കാം, 3 ഒഴിവാക്കാം, ഓപ്ഷൻ 4 ഒഴിവാക്കാം. അവിടെ എല്ലാം തീറ്റ കിടക്കുന്നു. മിച്ചുള്ള ഉറപ്പായിട്ട് ഓപ്ഷൻ 2 ആൽഫ ആൻഡ് ബീറ്റയാണ്. പിന്നെ ശ്രദ്ധിക്കുക, ആൽഫയും ബീറ്റയും ആക്ച്വലി എന്താണ്, തമ്മിൽ ഓപ്പോസിറ്റ് ഫേസുകൾ അല്ല അല്ലേ? ആൽഫയും ബീറ്റയും ഓപ്പോസിറ്റ് ഫേസ് ആണ്, ഒരു വർഷം 1, 2 വരാൻ പാടില്ല അല്ലേ? അപ്പോൾ എന്തായാലും ഇവിടെ ആൽഫയും ബീറ്റയും തമ്മിൽ ഓപ്പോസിറ്റ് ഫേസ് അല്ലാത്ത കാരണം ഉറപ്പായിട്ടും ഓപ്ഷൻ 2 നമുക്ക് കൺഫേം ആയിട്ട് ഉത്തരം തന്നെ ആയിരിക്കും. ക്ലിയർ അല്ലേ? ജസ്റ്റ് എക്സ്ട്രാ ഒരു ഓപ്ഷൻ എഴുതാം, ഓപ്ഷൻ 5. ഇത് കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻ ജസ്റ്റ് ചെക്ക് ചെയ്യുക. എഴുതുവാണ്. ഓക്കെ, സൈ ആൻഡ് ബീറ്റ കേട്ടോ, സൈ ആൻഡ് ബീറ്റ ഇങ്ങനെ കൊടുക്കുകയാണ്.
ഓക്കെ ഇത് സൈ ആണ് കേട്ടോ, സൈ ആണ്, സൈ ആൻഡ് ബീറ്റ കൊടുക്കുകയാണ്. ഓക്കെ ഈ ഓപ്ഷൻ 5 കറക്റ്റായിട്ട് വരാൻ പറ്റുമോ നോക്കിക്കേ, സൈ ആൻഡ് ബീറ്റ. ഓക്കെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു ആക്ച്വലി എന്താണ് ബീറ്റയും സൈയും കണ്ടോ തമ്മിൽ ഓപ്പോസ് ഫേസ് ആണ്. ഒരു കാരണവശാലും അവർ അടുത്തടുത്ത് വരാൻ പാടില്ലേ, കാരണം ഈ 1 into ആക്ച്വലി എന്താണ് അഡ്ജസൻറ്റ് ഫേസുകളാണ്. അങ്ങനെയെങ്കിൽ സൈയും ബീറ്റയും അവിടെ വരാനേ പാടില്ല അല്ലേ, ഓപ്പോസ് ഫേസ് ഒരു കാരണം അഡ്ജസൻറ്റ് വരാൻ പാടില്ല. അങ്ങനെയെങ്കിൽ അല്ലേ ഓപ്ഷൻ 5 ഇവിടെ പോസിബിൾ അല്ല. ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഓക്കെ ഇതാണ് ആക്ച്വലി ഇവിടുത്തെ പരിപാടി. സെറ്റല്ലേ, സംശയമൊന്നുമില്ലല്ലോ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈപ്പ് നമ്പർ 1. അപ്പോൾ ടൈപ്പ് നമ്പർ 1 ആയിട്ട് ബന്ധപ്പെട്ട ഒരു 10-15 ദിവസം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പക്ക ബേസ് ഒരു ഐഡിയ കിട്ടുന്നതായിരുന്നു. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം പഠിച്ച ഒരു ടൈപ്പ് 1 3 കേസ് അല്ലേ, കേസ് 1, 2, 3 അല്ലേ. കേസ് 1 എന്താണ്, ഓൾ ഫേസ് ഡിഫറൻറ്റ് അല്ലേ, ഓൾ ഫേസ് ഡിഫറൻ്റ് ആണ്. നമുക്ക് എന്താണ് ഒരു കാരണവശാലും എല്ലാ ഓപ്പോസിറ്റ്സും സത്യം പറഞ്ഞാൽ ഒരു ഓപ്പോസിറ്റ്സും കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല അല്ലേ. കേസ് നമ്പർ 2 എന്ത് പറഞ്ഞത്, 1 ഫേസ് കോമൺ ആണെങ്കിൽ നമുക്ക് ആക്ച്വലി എല്ലാ ഓപ്പോസിറ്റ്സും ഇവിടെ കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ കേസ് നമ്പർ 3 പറഞ്ഞു 2 ഫേസ് കോമൺ ആണെങ്കിൽ ബാക്കി മിച്ചം വരുന്ന 2 ആൾക്കാരും ഓപ്പോസിറ്റ് ഫേസ് അല്ലേ. ഇതൊക്കെയാണ് നമ്മുടെ ടൈപ്പ് 1. ഓക്കെ ടൈപ്പ് 1 കഴിഞ്ഞു. പിന്നെ അത് എക്സ്ട്രാ ആയിട്ട് പറഞ്ഞ കാര്യം എന്താണ്, സ്റ്റാൻഡേർഡൈസ് ഞാൻ പറഞ്ഞല്ലേ. സ്റ്റാൻഡേർഡൈസ് ആണെങ്കിൽ നമുക്കറിയാം എന്താണ് 1ൻ്റെ ഓപ്പോസിറ്റ് ഉറപ്പായിട്ട് 6 ആയിരിക്കും, 5ൻ്റെ ഓപ്പോസിറ്റ് 2 ആയിരിക്കും, അതുപോലെ 4ൻ്റെ ഓപ്പോസിറ്റ് 3 ആയിരിക്കും. കാര്യം എന്താണ് ഓപ്പോസിറ്റ് ഫേസുകളുടെ സമ്മ് എപ്പോഴും സ്റ്റാൻഡേർഡൈസിനകത്ത് എന്തായിരിക്കണം 7, സമ്മ് 7 വരണം. ഓക്കെ ഇപ്പോൾ സാറിന് ബേസിക്കലി അങ്ങനെ സ്റ്റാൻഡേർഡൈസിന് ക്വസ്റ്റ്യൻ പറയാറില്ല, അത് പക്ഷേ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യാൻ സാധിക്കണം. ഓക്കെ ഡയറക്റ്റ് സ്റ്റാൻഡേർഡൈസ് ക്വസ്റ്റ്യനകത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാൻ സാധിക്കും. അവിടെയുള്ള ഓപ്പോസിറ്റ് ഫേസുകൾ 1ൻ്റെ ഓപ്പോസിറ്റ് 6, 5ൻ്റെ ഓപ്പോസിറ്റ് 2, പിന്നെ 4ൻ്റെ ഓപ്പോസിറ്റ് ഉറപ്പായിട്ടും 3 ആയിരിക്കും. ഓക്കെ